ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ദോർഭിര്യുക്ത ചതുർഭിസ്ഫടികമണിമയീം അക്ഷമാലാം ദധാന ഹസ്തേനൈകേന പത്മം സിതമപി ച ശുകം പുസ്തകം ചാപരേണ ഭാസാകുന്ദേന്ദുശംഖസ്ഫടികമണിനിഭ ഭാസമാനാ സമാനാ സാ മേ വാഗ്ദേവതേയം നിവസതു വദനേ സർവദാ സുപ്രസന്ന. ശ്രീ മഹാസരസ്വത്यै നമഃ. ഉഗ്രം വീരം മഹാവിഷ്ണും ജ്വലന്തം സർവതോമുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യുമൃത്യും നമാമ്യഹം. ശ്രീ നരസിംഹമൂർത്തയേ നമഃ. സത്യജ്ഞാനസുഖസ്വരൂപമമലം ക്ഷീരാബ്ധിമധ്യേ സ്ഥിതം യോഗാരൂഢമതിപ്രസന്നവദനം ഭൂഷാ സഹസ്രോജ്വലം ത്രക്ഷം ചക്രവിരാഗസാഭയകരാൻ ബിഭ്രാണമർക്കച്ഛവിം ഛത്രീഭൂതഫണീന്ദ്രമിന്ദുധവളം ലക്ഷ്മീ നൃസിംഹം ഭജേ. ശ്രീലക്ഷ്മീ നരസിംഹമൂർത്തയേ നമഃ. പീതാംബരം കരവിരാജിതചക്രശംഖകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. പീലിമാലകളണിഞ്ഞ കാർകുഴൽ തിളങ്ങിടും കനകകുണ്ടലം ലോലമാം അളകജാലവും രുചിരഹാരനോപുരതുകൂലവും ശോഭ ചേർന്ന വനമാലയും പ്രണവനാദമാർന്ന മണിവേണുവും രാസകേളിയതിനായണിഞ്ഞ തവ രൂപമീശ്വര തൊഴുന്നു ഞാൻ. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ഭഗവാനെ ഗുരുവായൂരപ്പ. വന്ദേ ശംഭുമമാപതിം സുരഗുരും വന്ദേ ജഗൽക്കാരണം വന്ദേ പന്നകഭൂഷണം മൃഗധരം വന്ദേ പശൂനാം പതിം വന്ദേ സൂര്യശശാങ്കവഹ്നിനയനം വന്ദേ മുകുന്ദപ്രിയം വന്ദേ ഭക്തജനാശ്രയം ച വരദം വന്ദേ മഹാശങ്കരം. ശ്രീ മഹാദേവായ നമഃ. ഓം നമഃ ശിവായ. മഹാത്മാക്കളെ, സജ്ജനങ്ങളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് നമ്മളുടെ പ്രഹ്ലാദൻ്റെ ഭഗവത് സ്തുതിയാണ് കേൾക്കേണ്ടത്. അതിനെപ്പറ്റിയാണ് ചിന്തിക്കേണ്ടത്. പ്രഹ്ലാദൻ നാമജപപ്രിയനായിരുന്നു എന്ന് പറയേണ്ട കാര്യമില്ല. ബന്ധനത്തിൽ കിടന്നപ്പോൾ പോലും കൂട്ടുകാരെ വിളിച്ചിരുത്തി നാമം ജപിച്ച ഭക്തബാലനാണ് പ്രഹ്ലാദൻ. ആ പ്രഹ്ലാദൻ്റെ സ്തുതി പറയുന്നതിന് മുൻപ് ഇവിടെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് തന്നെ ഇവിടെ നാമജപം നടന്നു കഴിഞ്ഞു. ഇവിടെ ഇരുന്നവരും പുറത്തിരുന്നവരും കേട്ടു. പിന്നെ ഒന്നുമില്ലാതെ ഈ സത്രത്തെപ്പറ്റി ചിന്തിച്ചിരിക്കുന്നവരുടെ മനസ്സിലും നാമജപം ഉണ്ടായി കാണും. എന്തായാലും വളരെ ഭാഗ്യം തന്നെ എല്ലാവർക്കും എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങട്ടെ. പ്രഹ്ലാദൻ്റെ ഭഗവത് സ്തുതി, അതിനു മുൻപുള്ള രംഗങ്ങൾ നമ്മളെല്ലാവരും കണ്ടു കഴിഞ്ഞു കാണും. ഭക്തനായ പ്രഹ്ലാദനെ രക്ഷിക്കുന്നതിനായിട്ട് ഭഗവാൻ അതിഭീകരമായ രൂപഭാവങ്ങളോടെ തൂണിൽ നിന്നും പൊട്ടി പിളർന്നു വന്ന് അത്യധികമായ ഗർജനത്തോടുകൂടി പ്രപഞ്ചത്തെ മുഴുവൻ ഞെട്ടിവിറപ്പിച്ചുകൊണ്ട് അവതരിച്ചതും നിന്ന നിപ്പിൽ ആ അവതാരം വളർന്നുയർന്ന് പ്രപഞ്ചം മുഴുവൻ വളർന്നു നിന്നതും
ദേവാദികൾക്ക് പോലും നോക്കാൻ പോലും പറ്റാത്തത്ര ഭീഷണമായ രൂപഭാവങ്ങൾ കാണിക്കുകയും ചെയ്ത ആ നരസിംഹ ഭഗവാനെ, നരസിംഹമൂർത്തിയെ നമ്മളെല്ലാവരും ഇന്നലെ കണ്ടു കാണും. വളർന്നപ്പോൾ ആ രൂപം പുറത്തേക്ക് വന്നപ്പോൾ തന്നെ ആരും കണ്ടിട്ടില്ലാത്തൊരു രൂപമായിരുന്നു അത്. ബ്രഹ്മദേവൻ്റെ സൃഷ്ടിയല്ലല്ലോ നരസിംഹമൂർത്തി. സൃഷ്ടികർത്താവായ ബ്രഹ്മദേവൻ ഇതെന്താണെന്ന് വിചാരിച്ചു പോയി. പൊട്ടിപ്പിളർന്നു വന്നപ്പോൾ തന്നെ നരനോ മൃഗമോ എന്നറിയില്ല, ഉയർന്നുയർന്നു വളർന്നു. നോക്കി നിൽക്കെ ഉയർന്നു, മുകളിലോട്ട് മാത്രമല്ല എല്ലായിടത്തേക്കും വളർന്നു. തീക്കട്ടകൾ പോൽ കണ്ണുകൾ, വാളിൻ തലപ്പ് പോലൊരു നാവും. നമുക്ക് തന്നെ കാണാൻ സാധിക്കുന്നു ആ രൂപം. ഗുഹ പോലുള്ളൊരു വക്രം, ദംഷ്ട്രകൾ മിന്നിത്തെളിയുന്നു. തടിച്ച കൈകളിൽ ആയുധജാലം. കൈകൾ എത്രയാണെന്നറിയില്ല, എണ്ണമറ്റ കൈകളാണ്. ആ കൈകളിലെല്ലാം വളരെ മൂർച്ചയേറിയ ആയുധങ്ങൾ. അവ തമ്മിൽ കൂട്ടിമുട്ടുന്ന ശബ്ദം. ഭഗവാന്റെ രോഷം പ്രകൃതി അറിഞ്ഞു, പ്രപഞ്ചം അത് ഏറ്റുവാങ്ങി. ഗിരികൾ കുലുങ്ങി, സാഗരം ഇളകി മറിഞ്ഞു, ഭൂമി വിറച്ചു, ഇടിമിന്നലുകൾ പാഞ്ഞു നടന്നു, മേഘഗർജനമെങ്ങെങ്ങും. ഇങ്ങനെയുള്ള ആ ഒരു രംഗം ഇന്നലെ കണ്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആ നരസിംഹമൂർത്തിയെ ഒന്നടുത്ത് പോയി സ്തുതിക്കാൻ, നമസ്കരിക്കാൻ വേണ്ട, ഒന്ന് ശാന്തനാകണമേ എന്ന് ദൂരെ നിന്ന് പ്രാർത്ഥിക്കാൻ പോലും ആർക്കും ആ ധൈര്യമുണ്ടായില്ല. സൃഷ്ടികർത്താവായ ബ്രഹ്മദേവൻ വിഷമിച്ചു. കാരണം താൻ സൃഷ്ടിച്ച സൃഷ്ടിജാലങ്ങളെല്ലാം ഇപ്പോൾ വല്ലാതെ അങ്കലാപ്പിലാണ്. ആർക്കും സ്വസ്ഥതയില്ല, ശാന്തതയില്ല. ഭഗവാൻ ബ്രഹ്മദേവൻ എല്ലാവരോടുമായിട്ട് ആലോചിച്ചിട്ട് ഭഗവാനെ സന്തോഷിപ്പിക്കാനായിട്ട് സ്തുതിക്കാൻ തുടങ്ങി. ആദ്യം നിന്നിടത്തു നിന്നാണ് സ്തുതിക്കുന്നത്. അടുത്ത് പോയി നിന്ന് ആ നരസിംഹമൂർത്തിയെ ഒന്ന് നോക്കിയിട്ട് സ്തുതിക്കാൻ ആർക്കും ധൈര്യമില്ല. സ്തുതിച്ചു. പുറകെ മഹാദേവൻ്റെ സ്തുതി ഉണ്ടായി, ദേവേന്ദ്രൻ സ്തുതിച്ചു. പിന്നീട് യക്ഷചാരണ സിദ്ധ ഗന്ധർവ സാഹിത്യന്മാരെല്ലാവരും, അതിനും പിറകെ മഹർഷിമാർ, എന്തിന് വിഷ്ണു പാർഷദന്മാർ പോലും ഭഗവാന്റെ അടുത്ത് നിന്ന് പരിചരിച്ചിരുന്ന അവർ പോലും ഭഗവാനെ ഈ ദേഷ്യം അടക്കി തരണേ, ഞങ്ങൾക്കൊക്കെ അങ്ങയുടെ തിരുമുമ്പിലൊന്ന് നിൽക്കാനുള്ള ഭാഗ്യം തരണമേ എന്ന് പ്രാർത്ഥിച്ചു. പക്ഷേ ഒരു മാറ്റവും വന്നില്ല. ബ്രഹ്മദേവൻ കുറച്ച് ദൂരെ മാറി നിന്ന് ലക്ഷ്മീദേവിയുടെ അടുത്ത് ചെന്നു. വൈകുണ്ഠത്തിൽ നിന്ന് ചാടി ഇറങ്ങി പുറപ്പെട്ട ഭഗവാൻ ഈ രൂപത്തിലാകുമെന്ന് ലക്ഷ്മീദേവി വിചാരിച്ചില്ല. വന്നപ്പോൾ ഇതാ തനിക്ക് അടുക്കാൻ പോലും പറ്റാത്തത്ര ഭീകര രൂപമാണ്. എപ്പോഴും ആ ഭഗവാന്റെ കാലുകൾ തന്നെ തലോടി ആ കാലുകൾ പൂജിച്ചിരുന്ന ലക്ഷ്മീദേവി ദൂരെ അകന്നു മാറി നിൽക്കുന്നു. ബ്രഹ്മദേവൻ പറഞ്ഞു, ദേവി പ്രാർത്ഥിച്ചു, ദേവി ഒന്ന് മുമ്പിൽ ചെന്ന് നിന്നാൽ മതി, ഒന്ന് കാണുമ്പോൾ തന്നെ ദേഷ്യമൊക്കെ മാറും. പക്ഷേ ദേവി പറഞ്ഞു, എനിക്കതിനോട് ധൈര്യമില്ല എന്ന് പറഞ്ഞ് ദേവി മാറി നിന്നു. പിന്നെ ബ്രഹ്മദേവൻ ചെയ്തത് ഭക്തനായ പ്രഹ്ലാദ ബാലനെയാണ്. അടുത്ത് നിന്നു. 7 വയസ്സേ ഉള്ളൂ പ്രായം. ആ ബാലൻ്റെ അടുത്ത് ചെന്നു ബ്രഹ്മദേവൻ. പറഞ്ഞു, കുഞ്ഞെ, നിനക്ക് വേണ്ടിയല്ലേ ഭഗവാൻ ഈ രൂപമൊക്കെ ധരിച്ച് നിൽക്കുന്നത്? നീ ഒന്ന് ചെന്ന് ഭഗവാനെ സ്തുതിക്കൂ. വേണ്ട, മുമ്പ് എന്തെന്ന് നിന്നാൽ മതി. അപ്പോൾ തന്നെ ഓർമ്മ വരും, ദേഷ്യമൊക്കെ അടക്കും. പ്രഹ്ലാദൻ ബ്രഹ്മദേവനെ വണങ്ങി നേരെ നരസിംഹമൂർത്തിയുടെ അടുത്തേക്ക് ചെന്നു. ആ പാദങ്ങളിൽ വീണങ്ങ് നമസ്കരിച്ചു. ഭഗവാനെ തന്നെ സ്മരിച്ചുകൊണ്ട് എഴുന്നേൽക്കാൻ തുടങ്ങുന്നതിന് മുൻപ് തന്നെ നരസിംഹമൂർത്തി പ്രഹ്ലാദ ബാലനെ കൈപിടിച്ചുയർത്തി. എല്ലാ ഭയങ്ങളും തീർക്കുന്നതായിട്ടുള്ള ഭഗവാന്റെ ആ തൃക്കരങ്ങൾ പ്രഹ്ലാദ ബാലൻ്റെ ശിരസിൽ സ്പർശിച്ചു.
ഭയങ്ങളെല്ലാം നീങ്ങി. പ്രഹ്ലാദൻ്റെ ജ്ഞാനം ഉദിച്ചു. പ്രഹ്ലാദൻ നോക്കി, ഇത് ഞാൻ എത്ര പ്രാവശ്യം കണ്ടിട്ടുള്ളൊരു മുഖമാണ്. ആ ശാന്തമായ സുന്ദരമായ മന്ദഹാസഭരിതമായ മുഖം എന്നെ എത്ര തവണ രക്ഷിച്ചിരിക്കുന്നു. എന്നെ വഹിക്കാനായിട്ട് എന്തെല്ലാം ഉപായങ്ങൾ നടത്തി. പർവ്വതത്തിൽ നിന്ന് ഉരുട്ടി താഴെയിട്ടപ്പോൾ എന്നെ ഉയർത്തിയത് ഈ ഭഗവാനല്ലേ. അതുപോലെ സമുദ്രത്തിൻ്റെ ചുഴികളിൽ നിന്ന് എന്നെ ഉയർത്തിയില്ലേ. തീ കുണ്ടത്തിലേക്ക് എന്നെ ഇട്ടപ്പോൾ എന്നെ വീഴാതെ രക്ഷിച്ചത് ഭഗവാനല്ലേ. പിന്നെ എന്താണ് ഭയം? ആ പ്രഹ്ലാദ ബാലൻ ആ കണ്ട ഭഗവാന്റെ രൂപം, ഏത് രൂപം? ശാന്തമായ രൂപം, അനുഗ്രഹം വർഷിച്ചുകൊണ്ട് നിൽക്കുന്ന ആ ശാന്തമായ രൂപം മനസ്സിൽ ധ്യാനിച്ച്, ആ രൂപവും ആ ഭാവവും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് സ്തുതിക്കാൻ തുടങ്ങി പ്രഹ്ലാദൻ. ക്ഷമിക്കണം, ഒരല്പം ഇടയ്ക്ക് വിട്ടുപോയി. അങ്ങനെ പ്രഹ്ലാദൻ ഭഗവാനെ സ്തുതിക്കാൻ തുടങ്ങി. ഇതെല്ലാം നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് ബ്രഹ്മദേവനും മഹർഷിമാരും എല്ലാവരും. ആദ്യം തന്നെ ഈ സ്തുതിയെപ്പറ്റി ഒരു വാക്യം പറയട്ടെ. ശ്രീമദ് ഭാഗവതത്തിൽ അനേകം സ്തുതികളുണ്ട്. ചെറുതും വലുതുമായിട്ട് പല സന്ദർഭങ്ങളിൽ പല ലക്ഷ്യത്തോടുകൂടി ചെയ്യുന്ന സ്തുതികളുണ്ട്. ആപത്തിൽ നിന്നും രക്ഷിക്കണമേ എന്ന് വിചാരിച്ച് ചെയ്യുന്ന സ്തുതിയുണ്ട്. എല്ലാവർക്കും അനുഗ്രഹം നൽകണമേ എന്ന് വിചാരിച്ച സ്തുതിയുണ്ട്. പലതരത്തിലുള്ള സ്തുതികളുണ്ട്. ജ്ഞാനപൂർണ്ണം ആയിട്ടുള്ള സ്തുതികളുണ്ട്. പ്രഹ്ലാദൻ്റെ സ്തുതിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലോകത്തെ മുഴുവൻ രക്ഷിക്കുക എന്നതിനോടൊപ്പം ഭഗവാനെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സ്തുതിയാണ്. ഭഗവാനെ പ്രസാദിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സ്തുതിയാണ്. അതും മറ്റാരും വിചാരിച്ചിട്ട് സാധിക്കാത്ത കാര്യം. അതുപോലെ തന്നെ പിന്നെ മറ്റൊരു പ്രത്യേകത, ഏറ്റവും വലിയ ശ്ലോകം എന്ന് തന്നെ പറയാവുന്ന 43 ശ്ലോകങ്ങൾ അടങ്ങിയിട്ടുള്ള സ്തുതിയാണ്. അങ്ങനെ പല പ്രത്യേകതകളുണ്ട്. പിന്നെ 2 ബാലന്മാരുടെ സ്തുതികളാണ് ഭാഗവത്തിലുള്ളത്. അതിലെ ഒന്ന് ധ്രുവകുമാരൻ, മറ്റൊന്ന് പ്രഹ്ലാദ ബാലൻ. ആ പ്രഹ്ലാദ ബാലൻ ഒരു അസുരബാലനായിരുന്നു. തമോ ഗുണപ്രകൃതിയാണ് അസുരന്മാർക്ക്. ആ രീതിയിലുള്ള പല പ്രത്യേകതകളുമുള്ള സ്തുതിയാണ്. പ്രത്യേകിച്ചും ഇന്നത്തെ കാലഘട്ടത്തിൽ, തമോ ഗുണം വർദ്ധിക്കുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ തമോ ഗുണം വർദ്ധിക്കുന്ന ആൾക്കാർക്ക് എങ്ങനെ ഭഗവത് പ്രാപ്തി നേടാം എന്നുള്ളതിൻ്റെ ഒരു ഉപദേശം കൂടിയാണ് പ്രഹ്ലാദ സ്തുതി. നമുക്ക് നോക്കാം എന്താണ് പ്രഹ്ലാദൻ ആദ്യം പറഞ്ഞത് ഭഗവാനോട്. ഭഗവാനെ, ബ്രഹ്മാദയസുരഗണാമുനയോധസിദ്ധാഃ സത്വൈകദാനമതയോ വദസാം പ്രവാഹൈ നാരാധിതും പുരുഗുണൈരധുനാപി വിപ്രു കിം തോഷ്ടുമർഹതി സമേ ഹരിരുഗ്രജാതേഃ. ഭഗവാനെ, സത്വഗുണപ്രധാനികളും ജ്ഞാനികളും അതുപോലെ തന്നെ വാക്പടുത്തമുള്ളവരും സർവഗുണങ്ങളും തികഞ്ഞിട്ടുള്ള ബ്രഹ്മാദേവന്മാർ സ്തുതിച്ചിട്ട് പോലും പ്രസാദിക്കാത്ത ഭഗവാന്റെ അടുത്ത് ഞാൻ എങ്ങനെ എന്ത് സ്തുതിക്കാനാണ് ഭഗവാനെ? അതും ഞാനൊരു ഉഗ്രജാതിയിൽപ്പെട്ട എന്ന് പറഞ്ഞാൽ സത്വഗുണങ്ങൾ കുറഞ്ഞ ആസുര സ്വഭാവമുള്ള ഒരു വംശത്തിൽ ജനിച്ച ഞാൻ എങ്ങനെ സ്തുതിക്കാനാണ് ഭഗവാനെ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നീട് പെട്ടെന്ന് പ്രഹ്ലാദൻ ഓർക്കുകയാണ്, അല്ല ഇതൊന്നും അല്ലല്ലോ ഭഗവാന്റെ ഒരു മാനദണ്ഡം. ഭക്തനായി സ്വീകരിക്കുന്നതിന് ഇതൊന്നും അല്ലല്ലോ. മന്യേധനാഭിജനരൂപതപശ്രുതൗജസ്തേജപ്രഭാവബലപൗരുഷബുദ്ധിയോഗാ നാരാധനായ ഹി ഭവന്തി പരസ്യ പുംസോ ഭക്ത്യാതുദോഷ
ഭഗവാൻ ഗജയൂഥവായ ഭക്ത്യാതുദോഷ എന്ന് പറഞ്ഞു. ഭക്തി കൊണ്ടല്ലേ ഭഗവാൻ എല്ലാവരിലും പ്രസാദിച്ചിട്ടുള്ളത്. മറ്റു ഗുണങ്ങളെല്ലാം ഉണ്ടെങ്കിലും അവരിൽ പ്രസാദിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് മാത്രമാണ്? ഭക്തി കൊണ്ട് മാത്രമാണ്. ആ ഗജയൂഥവനെ, ഗജേന്ദ്രനെ, ആനയായിട്ട് നിന്ന ആ ഭക്തനെ അങ്ങ് അനുഗ്രഹിച്ചത് മറ്റു ഗുണങ്ങളൊന്നും ഉണ്ടായിട്ടല്ലല്ലോ. ധനമുണ്ടായിട്ടല്ല, ഉന്നത കുലജാതനായിട്ടല്ല, രൂപസൗന്ദര്യം കൊണ്ടല്ല, തപസ് കൊണ്ടല്ല, തേജസ്, പ്രഭാവം, ഇതൊന്നും കൊണ്ടുമല്ല. ആ ഗജേന്ദ്രനെ ഭക്തി കൊണ്ട് മാത്രം ഗജേന്ദ്രനിൽ ഭക്തി കൊണ്ട് മാത്രം പ്രസാദിച്ച അങ്ങയുടെ മുമ്പിൽ എനിക്കും സ്തുതിക്കാൻ സാധിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു ഭഗവാനെ. പിന്നെ പ്രഹ്ലാദൻ ഒരു ഉദാഹരണം പറയുകയാണ്. അല്ല, എന്ത് ഗുണങ്ങളുണ്ടെങ്കിലും ഭക്തി ഇല്ലെങ്കിൽ ശോഭിക്കുകയില്ല. നമ്മളൊക്കെ വിചാരിക്കും ബ്രാഹ്മണനാണെങ്കിൽ, ബ്രഹ്മജ്ഞാനിയാണെങ്കിൽ ഭഗവാൻ സന്തോഷിക്കും. ശരിയാണ്, ബ്രാഹ്മണനാവണം, എല്ലാവർക്കും ബ്രാഹ്മണരാകാം. ആ ബ്രാഹ്മണന് വേണ്ട ഗുണങ്ങളുണ്ടെങ്കിൽ. ഇവിടെ പറയുന്നു, ഒരു 12 ഗുണങ്ങളെപ്പറ്റി ഭാഗവത്തിൽ ഇതിൽ പറയുന്നുണ്ട്. ആ 12 ഗുണങ്ങളടങ്ങിയ ബ്രാഹ്മണനാണെങ്കിലും വിപ്രാൽ ദ്വിഷഡ്ഗുണയുതാദരവിന്ദനാഭപാദാരവിന്ദ വിമുഖാൽ സ്വപജം വരിഷ്ഠം എന്നാണ് പറഞ്ഞത്. ഈ 12 ഗുണങ്ങളോ അല്ലെങ്കിൽ അതിൽ കുറവോ കൂടുതലോ ഒക്കെയുള്ള ബ്രാഹ്മണനാണെന്ന് വിചാരിക്കുക. കുലമഹിമയുണ്ട്, ജ്ഞാനമുണ്ട്, വ്രതനിഷ്ഠയുണ്ട്, തപസ്സുണ്ട്, വാക്പടുത്തമുണ്ട്, എല്ലാം ഉണ്ടെങ്കിലും ഈ തവ പാദാരവിന്ദ വിമുഖാൽ വിമുഖനാണെങ്കിൽ, ഭഗവാനെ നരസിംഹമൂർത്തെ, അങ്ങയുടെ ആ പാദങ്ങളിൽ ഭജിക്കുവാൻ വിമുഖത കാണിക്കുന്നവനാണെങ്കിൽ അവനേക്കാൾ ശ്രേഷ്ഠനാരാണ്? താൻ ചെയ്യുന്ന ഏത് പ്രവൃത്തിയും ഭഗവാന് അർപ്പണമായിട്ട് ചെയ്യുകയാണെങ്കിൽ ഭഗവാൻ സന്തോഷിക്കണമേ, ഇത് ഭഗവത് പൂജയായിട്ട് സ്വീകരിക്കണമേ എന്ന് ചിന്തിച്ച് ചെയ്യുന്ന ഒരു ശോഭജൻ ആണ് ശ്രേഷ്ഠൻ. നമ്മളേറ്റവും താഴ്ന്ന തലത്തിൽ ജീവിക്കുന്നവരെ പറ്റി പറയുന്ന ഒരു വാക്കാണ്. ഈ മാംസം ഭക്ഷിക്കുന്നവരെന്ന് മാത്രമല്ല, നായയുടെ മാംസം, ശ്വാവിൻ്റെ മാംസം ഭക്ഷിക്കുന്നവരെ പറ്റി പറയുക, നായാടികൾ എന്നൊക്കെ നമ്മൾ പറയുന്ന. അങ്ങനെ ഒരു നായാടിയാവട്ടെ, മറ്റു ഗുണങ്ങളൊന്നുമില്ലല്ലോ. പക്ഷേ താൻ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും ഭഗവാനെ അങ്ങയ്ക്കിഷ്ടമാവണമേ, അതുമാത്രമേ വിചാരമുള്ളൂ. അങ്ങനെ പൂജിക്കുന്ന ഒരു ശവജൻ മുൻപ് പറഞ്ഞ ബ്രാഹ്മണനേക്കാൾ ശ്രേഷ്ഠനാണല്ലോ ഭഗവാനെ എന്ന് പ്രഹ്ലാദൻ പറയുന്നു. അപ്പം നമ്മൾ മനസ്സിലാക്കണം, അസുരകുലജാതനായ പ്രഹ്ലാദ ബാലനാണിത് പറയുന്നതെന്നും കൂടി ആലോചിക്കുക. അപ്പോൾ എത്ര ഭക്തി ഉണ്ടായിരിക്കും. നമ്മളത് മനസ്സിലാക്കിക്കൊണ്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ. പിന്നീട് ഭഗവാൻ എങ്ങനെയാണ് ഈ പൂജകളൊക്കെ സ്വീകരിക്കുന്നത്? എന്തിനാണ്? ഭഗവാന് വേണ്ടിയിട്ടാണോ? അല്ല, ഭഗവാൻ ഇതൊന്നും ആവശ്യമില്ല. ഭഗവാൻ ഇതെല്ലാം ഒരു ലീലയായിട്ട്, എന്തിനാണ് ആ ലീല ചെയ്യുന്നതെന്ന് ആർക്കും പറയാൻ സാധിക്കില്ല. ഈ സൃഷ്ടിക്കുകയും രക്ഷിക്കുകയും സംഹരിക്കുകയും അതെല്ലാം ചെയ്യുന്നത് എന്തിനാണ് എന്ന് ആർക്കെങ്കിലും ആരോടും ചോദിക്കാൻ സാധിക്കുമോ? ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന അങ്ങനെയുള്ള ഭഗവാനെ നമ്മൾ സ്തുതിക്കുന്നത് നമ്മുടെ ഗുണത്തിന് വേണ്ടിയാണ്, നമ്മിൽ ഭഗവാൻ പ്രസാദിക്കുന്നതിന് വേണ്ടിയാണ് എന്ന് പറയുന്നു. അപ്പോൾ എനിക്കും ആ ഗുണങ്ങൾ ഉണ്ടെങ്കിൽ അങ്ങയുടെ ഭക്തനായി തീരാൻ സാധിക്കുമല്ലോ എന്ന് പ്രഹ്ലാദൻ വിചാരിക്കുകയാണ്. അതുകൊണ്ട് ഈ ഗുണങ്ങളുള്ള അസുരകുലജാതനായ എനിക്കും ഭഗവാന്റെ ആ പാദകമലങ്ങളിൽ ഭക്തി ഉണ്ടെങ്കിൽ അങ്ങയുടെ അനുഗ്രഹം സിദ്ധിക്കുമല്ലോ ഭഗവാനെ. ഇതൊക്കെ പറയുന്നത് ആ ഭഗവാന്റെ രൂപം മനസ്സിൽ തന്നെ ഉറപ്പിച്ച് മറ്റൊന്നിലേക്കും മനസ്സിളകാതെ പറയുകയാണെന്ന് നമ്മൾ ഓർക്കണം. നമ്മൾ കേട്ടോണ്ടിരിക്കുമ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴൊക്കെ നമ്മൾ പലതൊക്കെ വേറെ ഇടയ്ക്കും ചിന്തിച്ച് പോയെന്ന് വരും. പക്ഷെ പറഞ്ഞ പ്രഹ്ലാദൻ്റെ മനസ്സിൽ മറ്റൊരു ചിന്തയും ഒട്ടും തന്നെ ഉണ്ടായിട്ടില്ല. പിന്നീട് പ്രഹ്ലാദൻ ഒരു കുട്ടിക്ക് തൻ്റെ അച്ഛനോടോ അല്ലെങ്കിൽ
കാരണവന്മാരോടോ തോന്നാവുന്ന ഒരു സ്വാതന്ത്ര്യത്തോടുകൂടി പറയുന്നത് പോലെ തോന്നും നമുക്ക്. സർവേഹ്യമീ വിധികരാസ്തവ സത്വധാംനോ ബ്രഹ്മാദയോ വയമിവേശ നജോദ്വിജന്തഃ ക്ഷേമായ ഭൂതയ ഉദാത്മസുഖായ ജാസ്യ വിക്രീഡിതം ഭഗവതോ രുചിരാവതാരൈഃ. ഭഗവാൻ ഇനി എന്തിനാണ് ഈ ക്രോധം നിറഞ്ഞ മുഖം? ആവശ്യമൊക്കെ കഴിഞ്ഞില്ലേ? അങ്ങ് അവതരിച്ചത് അസുരനെ നിഗ്രഹിക്കാനായിരുന്നു. അസുരനെ നിഗ്രഹിച്ചു കഴിഞ്ഞു. ആ അസുരൻ്റെ ഉപദ്രവത്തിൽ നിന്നും രക്ഷ നേടിയ ബ്രഹ്മാദി ദേവന്മാരെല്ലാവരും അങ്ങയെ ഇങ്ങനെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇനി അങ്ങേക്ക് ഈ ദേഷ്യം ഉള്ള ഭാവം മാറ്റാൻ പാടില്ലേ എന്ന് സ്വാതന്ത്ര്യത്തോടുകൂടി എന്ന വണ്ണം ചോദിക്കുന്നു. അതുകൊണ്ട് വീണ്ടും പറയുകയാണ്, തദ്യച്ഛമന്യമസുരശ്ചഹതസ്ത്വയാദ്യ മോദേത സാധുരവിവൃശ്ചിക സർപ്പഹത്യ ലോകാശ്ച നിർവൃതമിതാ പ്രദയന്തി സർവേ രൂപം നൃസിംഹ വിഭയായ ജനാ സ്മരന്തി. അങ്ങയുടെ ഈ രൂപം ഇപ്പോൾ തന്നെ എല്ലാവരുടെയും മനസ്സിൽ പതിഞ്ഞു കഴിഞ്ഞു ഭഗവാനെ. എന്നേക്കുമായിട്ട് അങ്ങയുടെ ഈ രൂപം ഭക്തജനങ്ങളുടെ മനസ്സിലുണ്ടാവും. ഭയമുള്ളവരുടെ ഭയം മാറ്റും. ഭയം ഉണ്ടാവാതിരിക്കാനുള്ള ഉപായവുമാണ്. അങ്ങനെ ഉഗ്ര നരസിംഹമൂർത്തിയുടെ രൂപം ആ വിധത്തിൽ എല്ലാവരെയും അനുഗ്രഹിക്കും. പിന്നെ എൻ്റെ നാട്ടിൽ ആലപ്പുഴ ചേർത്തല അടുത്ത് തുറവൂർ മഹാക്ഷേത്രമുണ്ട്. ഉഗ്ര നരസിംഹമൂർത്തിയുടെ രൂപമാണ് അവിടെ. തൊട്ടടുത്ത് തന്നെ അടുത്ത ശ്രീകോവിലിൽ സുദർശനമൂർത്തിയുടെ പ്രതിഷ്ഠയുമുണ്ട്. അവിടെ കൊച്ചു കുട്ടികളെയൊക്കെ തന്നെ അവിടെ കൊണ്ടുചെന്ന് ഭഗവാനെ ആ രൂപം കാണിക്കുകയും ഭഗവാന്റെ അലർച്ചയ്ക്ക് പ്രതീകമായിട്ട് വെടിപൊട്ടിക്കും. അപ്പോൾ അവിടെ പോകുന്ന കുട്ടികൾക്കൊന്നും എന്ത് കേട്ട് കഴിഞ്ഞാലും ഭയം തോന്നാത്ത വിധത്തിലുള്ള ഒരു സംവിധാനമാണ് അവിടെ. അപ്പം അങ്ങനെ ഭഗവാന്റെ ആ ഉഗ്രരൂപവും ആ ഗർജന ശബ്ദവും എല്ലാവരുടെയും മനസ്സിൽ നിൽക്കും ഭഗവാനെ. അതുകൊണ്ട് ഇനി ഈ ദേഷ്യമൊക്കെ ഒന്ന് മാറ്റൂ. പിന്നെ ഒരു കാര്യം കൂടി പറയുന്നു പ്രഹ്ലാദൻ, ഭഗവാനെ എനിക്ക് അങ്ങയുടെ രൂപത്തിലൊരു ഭയവും ഇല്ല കേട്ടോ. ഇത് കണ്ടിട്ട് എനിക്ക് ഒരു ഭയവും തോന്നണില്ല. അങ്ങയുടെ ഒരു വേഷം കെട്ടല്ലേ ഇത്. അങ്ങ് ഏതെല്ലാം തരത്തിൽ വേഷം കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയം തോന്നണില്ല എന്ന് പറഞ്ഞിട്ട് ആ എങ്ങനെയുള്ള രൂപം എന്ന് പറയുകയാണ്. നാഹം വിഭേമ്യജിത തേതി ഭയാനകാസ്യ ജിഹ്വാർക്കനേത്ര ഭൃഗുടീരഭസോഗ്രജംഷ്ട്രാത് ആന്ത്രസ്രജ ക്ഷതജകേസര ശങ്കുകർണാത് നിർഹ്രാദ ഭീരജിഗിഭാദരിഭിന്നഖാഗ്രാത്. എങ്ങനെയാണ് ഇപ്പം അങ്ങയുടെ രൂപം ഇരിക്കുന്നതെന്ന് പറയുകയാണ്. ഞാൻ ഒട്ടും ഭയപ്പെടുന്നില്ല എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്. അതിഭയാനകാസ്യ ജിഹ്വാർക്ക നേത്ര ഭൃഗുടി രഭസോഗ്രദംഷ്ട്രാത് ആന്ത്രസ്രജ ഇതെല്ലാം ഭഗവാന്റെ രൂപത്തിലൊട്ടിപ്പുണ്ട്. അതിഭയാനകമായ മുഖം, വായ, ജിഹ്വ, സൂര്യനെ പോലെയുള്ള കണ്ണുകൾ, നോക്കാൻ പറ്റുന്നില്ല. ആ പൊരികക്കൊടിയുടെ ആ ഒരു രൗദ്രത, അതുപോലെ തന്നെ വായിൽ നിന്നും എടുത്തു നിൽക്കുന്ന ദംഷ്ട്രകൾ, പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് ഹിരണ്യകശിപുവിനെ വധിച്ച് വയറും കീറി പിളർന്ന് രക്തം പാനം ചെയ്ത് കുടൽമാലയെടുത്ത് കഴുതിലിട്ടിട്ടാണ് ഇരിക്കുന്നത്. ആന്ത്രസ്രജ ക്ഷതജകേസര ശങ്കുകർണാത് നിർഹ്ലാദ ഭീത ദിഗിഭാത് അരിഭിന്നഹാഗ്രാത്. അങ്ങനെയൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിലും ഭഗവാനെ എനിക്ക് ഭയം തോന്നുന്നില്ല കേട്ടോ. ഭഗവാൻ ശാന്തനാവണമേ എന്ന് വീണ്ടും പറയുകയാണ്. എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നീട് പറയുന്നു, എന്നാൽ ഭഗവാനെ ഞാൻ ഒന്നിനെ ഭയപ്പെടുന്നുണ്ട് കേട്ടോ. പ്രഹ്ലാദൻ വളരെ ആ കുട്ടി എന്നുള്ള രീതിയിൽ നിഷ്കളങ്കമായിട്ട് പറയുകയാണ്. പക്ഷെ പറയുന്ന കാര്യം വളരെ ഗൗരവമുള്ളതാണ്. ത്രസ്തോസ്മ്യഹം കൃപണവത്സല ദുസ്സഹോഗ്ര സംസാരചക്രകഥനാഗ്രസതാം പ്രണീതഃ ബദ്ധസ്വകർമ്മഭിരുഷത്തമദേഘ്രിമൂലം പ്രീതോപവർഗശരണം ഹയസേ കഥാനു.
എന്നാൽ ഭഗവാനെ ഈ സംസാരചക്രത്തിൻ്റെ ആ പൽചക്രത്തിലെ ആ മുള്ളുകൾ അതിങ്ങനെ കൂർത്ത് നഖങ്ങൾ പോലെയുള്ളവയാണ് സംസാരചക്രത്തിൽ. അതിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മളൊക്കെ. സംസാരചക്രത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ജനനം, മരണം, ദുഃഖം, സുഖം, അതുപോലെ തന്നെ ശോകം, ക്രോധം, മോഹം, കാമരാഗങ്ങൾ, ശത്രുത, മിത്രത, ഇവയെല്ലാറ്റിലും ഇങ്ങനെ കറങ്ങി നടക്കുകയാണ് മനുഷ്യൻ. ഇതിനെല്ലാം കൂടിയാണ് സംസാരചക്രം എന്ന് പറയുന്നത്. അതിൽ കറങ്ങി നടക്കുന്നവർ ഭഗവാനെ അറിയാൻ പലരും അറിയണമെന്ന് പോലും അറിയുന്നില്ല. ഇതിൽ നിന്ന് രക്ഷപ്പെടണമെന്നും വിചാരിക്കണില്ല. പക്ഷെ അതിൽ നിന്ന് രക്ഷപ്പെടണം. ആ സംസാരചക്രത്തെ ഭയപ്പെടുന്നു ഭഗവാനെ ഞാൻ. അതിൽപ്പെട്ട് എൻ്റെ ഹൃദയത്തിൽ അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിന് മുറിവേൽക്കാതിരിക്കണമേ ഭഗവാനെ എന്ന് പറയുന്നു. പിന്നീട് അതിനെപ്പറ്റി കുറച്ചുകൂടി പറയുകയാണ്. ഈ സംസാരചക്രത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് ഭഗവാനെ എനിക്ക് അവിടുത്തെ ദാസനാവാനുള്ളൊരു ഭാഗ്യം തന്നാൽ മതി. വേറെ ഒന്നും വേണ്ട. ദാസനായാൽ പിന്നെ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. പ്രഭു എന്തു പറയുന്നുവോ അതനുസരിച്ചാൽ മതി. ഒന്നും അങ്ങോട്ട് ആവശ്യപ്പെടുകയില്ല. ദാസൻ പറയുന്നത് കേൾക്കുകയേ ഉള്ളൂ. അതാണല്ലോ ദാസൻ്റെ കർത്തവ്യം. അതല്ലെങ്കിൽ എനിക്ക് ആ ഭക്തിയോഗം തന്നാലും മതി. എന്നെ ഒന്നുകിൽ ഭക്തനാക്കി സ്വീകരിക്കൂ, അല്ലെങ്കിൽ എന്നെ ദാസനാക്കി സ്വീകരിക്കൂ. അതുപോലെ തന്നെ ആ ഭഗവാനിൽ നിന്ന് ഒന്നും ആഗ്രഹിക്കാത്തവനാണ് ഈ ഭക്തൻ. നമ്മളൊക്കെ ഭക്തന്മാരെ പറ്റിയൊക്കെ ചിന്തിക്കുമ്പോൾ അങ്ങനെയൊന്നും ചിന്തിക്കാറില്ല. ഭഗവാനെ ഭജിക്കുന്നു, ഭക്തൻ പൂജകൾ കഴിക്കുന്നു, വഴിപാട് കഴിക്കുന്നു, എല്ലാം നമ്മളുൾപ്പെടെ എല്ലാവരും. പക്ഷേ യഥാർത്ഥ ഭക്തൻ ഭഗവാനോടൊന്നും ചോദിക്കുന്നില്ല, ഭഗവാനിൽ നിന്നൊന്നും സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല, ഒന്നും ആവശ്യപ്പെടുന്നില്ല. അങ്ങനെ ഒന്നുകിൽ ഭക്തനാക്കി തീർക്കുക, അല്ലെങ്കിൽ എന്നെ ദാസനാക്കി തീർത്താൽ മതി ഭഗവാനെ എന്ന് പറഞ്ഞ് ആ സംസാരചക്രത്തിൻ്റെ ആ ബുദ്ധിമുട്ടുകളെപ്പറ്റി, കഷ്ടപ്പാടുകളെപ്പറ്റി പറയണം. പിന്നീട് ഈ ഭഗവാന്റെ രക്ഷയെപ്പറ്റി, എല്ലാവർക്കും രക്ഷകൻ ഭഗവാനാണ്. അപ്പോൾ ഭഗവാൻ എങ്ങനെ രക്ഷിക്കുന്നു എന്നൊന്നും നമ്മളാരും അറിയാറില്ല. ഏതെങ്കിലും ആപത്ത് വന്ന് അതിൽ നിന്ന് രക്ഷപ്പെടുമ്പോൾ നമ്മൾ പറയും, ആ ഭഗവാൻ കരുണ കാണിച്ചുകൊണ്ട് രക്ഷപ്പെട്ടു, പിന്നെ ആപത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. പക്ഷെ എപ്പോഴും രക്ഷിക്കുന്നത് ഭഗവാനാണോ എന്ന് നമ്മൾ ചിന്തിക്കാറില്ല. പ്രഹ്ലാദൻ ചിന്തിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ അത്ഭുതകരമായ കാര്യം. ഇവിടെ അതിനൊരു ഉദാഹരണം പറയുന്നുണ്ട്. ബാലസ്യ നേഹശരണം പിതരൗ നൃസിംഹ നാർത്തസ്യ ജാഗതമുദന്വതി മജ്ജതോ നൗ തപ്തസ്യ തൽപ്രതിവിധിർയൈഹാഞ്ജശ്രേഷ്ഠസ്താവദ്വിഭോ തനുഭൃതാം തതുപേക്ഷിതാനാം. അപ്പോൾ കുഞ്ഞുങ്ങളെ രക്ഷിക്കുന്നതാരാണ്? സംശയമൊന്നുമില്ല, അച്ഛനമ്മമാരാണ്. അച്ഛനമ്മമാർക്ക് എത്രമാത്രം രക്ഷിക്കാൻ സാധിക്കും ഭഗവാന്റെ അനുഗ്രഹമില്ലെങ്കിൽ എന്ന് നമുക്കറിയാം, അല്ലെങ്കിൽ അറിയേണ്ടതാണ്. ഒരു കുട്ടിയെ രക്ഷിക്കാൻ രക്ഷകർത്താക്കളോ അല്ലെങ്കിൽ ആര് തന്നെയോ വിചാരിച്ചാലും ഭഗവാന്റെ നിശ്ചയത്തിന് അധീനമാണതെല്ലാം. അതുപോലെ തന്നെ പിന്നെ പറയുന്നു, രോഗികൾക്ക് രക്ഷ ഔഷധമാണ്. ഔഷധം കൊണ്ട് എല്ലാ രോഗികളെയും രക്ഷിക്കാൻ സാധിക്കുമോ? ഡോക്ടർമാർ തന്നെ പറയും, നിങ്ങൾ ഈശ്വരനെ പ്രാർത്ഥിക്കൂ. മരുന്ന് കൊടുക്കുമ്പോൾ പറയും, എന്തെങ്കിലും ചികിത്സകൾ ചെയ്യുമ്പോൾ പറയും. അപ്പോൾ അങ്ങനെ ഡോക്ടർമാർക്കോ അല്ലെങ്കിൽ മരുന്നിനോ ഔഷധങ്ങൾക്കോ പോലും രക്ഷിക്കാൻ പറ്റാത്തതിനെ രക്ഷിക്കുന്നത് ഭഗവാനാണ്. അവിടെയും ഭഗവാനാണ് രക്ഷകൻ. പിന്നെ അതുപോലെ ഈ ജീവിതമാകുന്ന എന്നോ അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടുള്ളതോ പറയാം, ജലയാനം, കപ്പലോ വഞ്ചിയോ എന്തെങ്കിലും ആവട്ടെ, അതിൽ യാത്ര ചെയ്യുന്നു. നമ്മുടെ ജീവിതം തന്നെ ഒരു നൗകയാണ്, ഒരു യാത്രയാണ്. ഈ ജീവിതമാകുന്ന കപ്പൽ,
ആ കപ്പലിനെ രക്ഷിക്കാൻ ആരാണ് നമുക്ക് സഹായം നൽകുന്നത്? ഭഗവാൻ തന്നെയാണ്. വേറൊരു കപ്പിത്താനും അതിനെ പൂർണ്ണമായി രക്ഷിക്കാൻ സാധിക്കുകയില്ല, വേണ്ടിടത്ത് എത്തിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ശരീരമെടുത്തിട്ടുള്ള എല്ലാവരും തങ്ങളുടെ രക്ഷകൻ ഭഗവാൻ തന്നെയാണെന്ന് വിചാരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഭഗവാനെ, ആ ബോധം എല്ലാവർക്കും ഉണ്ടാകുന്നില്ലല്ലോ എന്നാണ് പ്രഹ്ലാദൻ്റെ ഒരു പരാതി പോലെയുള്ള അപേക്ഷ. പിന്നീട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പ്രഹ്ലാദൻ പറയുകയാണ്. ഇങ്ങനെയുള്ള ഈ ഭഗവാൻ എവിടെയാണിരിക്കുന്നതെന്ന് ആർക്കെങ്കിലും സംശയമുണ്ടോ? എവിടെയാണ് ഈ ഭഗവാൻ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വ്യക്തമായ ഉത്തരം പറയാനറിയാവുന്നവർ വളരെ കുറച്ച് പേരേ ഉള്ളൂ. പക്ഷേ പ്രഹ്ലാദൻ പറയുന്നു, എവിടെ എന്ത് എങ്ങനെ സംഭവിച്ചാലും എന്തുണ്ടായാലും അതിൻ്റെ എല്ലാം കാരണവും കാര്യവും അതിനെ പ്രേരിപ്പിക്കുന്നയാളും പ്രേരിക്കപ്പെടുന്നയാളും എല്ലാം അങ്ങ് തന്നെയാണ് നരസിംഹമൂർത്തി. സർവാത്മദർശനം. നമുക്ക് ഒരു തരത്തിൽ ചിന്തിക്കാം. ഇവിടെ പറഞ്ഞ രീതിയിൽ തന്നെ യസ്മിൻ യഥോ യരിഹി യേനജ യസ്യ യസ്മാത് യസ്മൈ യഥായതുദയസ്തവര പരോവ ഭാവകരോതി വികരോതി പൃഥക് സ്വഭാവഃ സഞ്ജോതിതസ്തദഖിലം ഭവതസ്വരൂപം. എന്തിൽ നിന്ന് അല്ലെങ്കിൽ ആരിൽ നിന്ന് എവിടെ നിന്ന് ഏത് രൂപത്തിൽ എങ്ങനെ എന്തുണ്ടായാലും എല്ലാം ഭഗവാനിൽ നിന്ന് തന്നെയാണ്. ഭഗവാൻ ഒഴിഞ്ഞൊന്നുമില്ല. അപ്പോൾ നമ്മളും വിചാരിക്കണം, പ്രഹ്ലാദനും വിചാരിക്കുന്നുണ്ടാവും, അപ്പം നമ്മളെ ആരെങ്കിലും ഉപദ്രവിച്ചു അല്ലെങ്കിൽ നമുക്ക് ശത്രുക്കളായിട്ട് ആരെങ്കിലും സ്വാഭാവികമായിട്ടുണ്ടായെന്ന് വിചാരിക്കുക, നമ്മൾ അവരോട് ശത്രുത പുലർത്തും. അതുപോലെ മറിച്ച് നമുക്ക് വളരെ വേണ്ടപ്പെട്ട കാര്യങ്ങൾ, നമുക്ക് സൗഹൃദപരമായിട്ടുള്ള കാര്യങ്ങൾ, ഉപകാരങ്ങളൊക്കെ ചെയ്തു അവരെ നമ്മൾ വളരെ ബഹുമാനത്തോടു കൂടി പൂജിക്കും, എന്നെന്നും അവരോട് കൃതജ്ഞതയുള്ളവരായിരിക്കും. പ്രഹ്ലാദൻ ചിന്തിക്കുന്നുണ്ടാവും, ഇവിടെ പറയുന്നില്ല, നമ്മുടെ ഒരു സങ്കല്പമാണ്. തന്നെ എത്ര പ്രാവശ്യം ഉപദ്രവിച്ചു, തന്നെ വധിക്കാനായിട്ട് ഉന്മൂലനം ചെയ്യാനായിട്ട് തൻ്റെ പിതാവായ ഹിരണ്യകശിപു. പ്രഹ്ലാദൻ്റെ മനസ്സിൽ അച്ഛനോടൊരു വൈരാഗ്യം തോന്നിയതായിട്ട് ഭാഗവത്തിൽ ഒരിടത്തുമില്ല. അവസാനം വരം ചോദിക്കുമ്പോൾ പോലും പറയുന്നത് അറിവില്ലാതെ എൻ്റെ അച്ഛൻ ചെയ്ത പാപങ്ങൾ ക്ഷമിക്കണമേ എന്നാണ്. എന്തുകൊണ്ടാണ് പ്രഹ്ലാദനത് സാധിച്ചത്? ആ ചെയ്ത വ്യക്തിയിലും ഭഗവാൻ തന്നെയാണ് എൻ്റെ പ്രേരക ശക്തി എന്നുള്ളത് കൊണ്ടാണ്. നമ്മളും ആ ഒരു മനോഭാവം വച്ച് പുലർത്തുന്നത് ജീവിതത്തിൽ വളരെ നല്ലതാണ് എന്ന് ചിന്തിക്കുമ്പോൾ മനസ്സിലാവും. സർവാത്മദർശനം, എന്തിലും ഉണ്മ എന്നൊന്നുണ്ടെങ്കിൽ അത് ഭഗവാൻ തന്നെയാണ് എന്നൊരു സങ്കല്പം നമുക്കുണ്ടാവുക, ഒരു നിശ്ചയം ഉണ്ടാവുക. അപ്പോൾ ഒന്നിനോടും ദ്വേഷം തോന്നുകില്ല, ഒന്നിനോടും അമിതമായ കടപ്പാട് തോന്നുകില്ല, ഒന്നിനോടും ഒരു പ്രത്യേക വൈരാഗ്യവും തോന്നുകില്ല. ആ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നീട് പ്രഹ്ലാദൻ ഈ സംസാരചക്രത്തിൻ്റെ ചില ഭാഗങ്ങളെപ്പറ്റി കൂടി പറയുന്നു, ചില വശങ്ങളെപ്പറ്റി പറയുന്നു. ഈ മായ കൊണ്ടാണ്, മായയുടെ ശക്തി ഉപയോഗിച്ചാണല്ലോ ഭഗവാൻ സൃഷ്ടിക്കുന്നത്. ആ മായയാണ് നമ്മുടെ മനസ്സിനെ സൃഷ്ടിക്കുന്നത്. ആ മായ കൊണ്ട് നമ്മൾ ഇല്ലാത്തതൊക്കെ ഉണ്ടെന്ന് വിചാരിക്കും. ഉള്ളതിനെ മായ മറച്ചു കളയുമ്പോൾ വേണ്ടതൊന്നും നമുക്ക് കാണാൻ സാധിക്കുകയില്ല. അപ്പം ഈ മായയിൽ നിന്നും മുക്തനാകുവാൻ എന്താണ് വഴി? മയാധിനാഥനെ ഭജിക്കുക. മയാധിനാഥൻ ഭഗവാൻ തന്നെ. അതുകൊണ്ട് ഭഗവാനെ, ഈ അറിവില്ലാത്തവരൊക്കെ അങ്ങയെ ഭജിച്ചെങ്കിൽ എന്ന് ആശിച്ചു പോകുന്നു പ്രഹ്ലാദൻ. നമുക്കത് പ്രഹ്ലാദൻ ആ കൂട്ടുകാരോട് പറഞ്ഞ ഉപദേശത്തിൽ നിന്ന് തന്നെ നമുക്കറിയാം. പ്രഹ്ലാദൻ ഒരിക്കലും തൻ്റെ രക്ഷയോ തൻ്റെ സുഖമോ മാത്രം ആഗ്രഹിച്ച ആളല്ല. ആ കൊച്ചുകുട്ടിയായിരുന്നപ്പോഴും എല്ലാവരുടെയും, പ്രത്യേകിച്ച് അറിവില്ലാത്തവരുടെ ഉന്നമനത്തിനും കൂടി ആഗ്രഹിച്ചിരുന്നു പ്രഹ്ലാദൻ. അതിനെപ്പറ്റി ഇനിയും പറയുന്നുണ്ട്. അടുത്തായിട്ട് പ്രഹ്ലാദൻ ഈ ലോകത്തിൻ്റെ ഐശ്വര്യങ്ങളോ അല്ലെങ്കിൽ ഗുണങ്ങളോ നേട്ടങ്ങളോ ഒന്നും ശാശ്വതമല്ല എന്ന് പറയുകയാണ്. ഞാൻ അനുഭവിച്ചിട്ടുണ്ട്,
പറയുന്നു. ദൃഷ്ടാമയാദിവിഭോഹിലധിഷ്ണ്യവാനാം ആയുശ്രിയോ വിഭവ ഇച്ഛതിയാൻ ജനോയം യേസ്മൽപിതു കുപിതഹാസ വിജൃംഭിത ഭ്രൂവിസ്ഫൂർജിതേന ലുളിത സതുതേ നിരസ്തഃ. ഞാൻ കണ്ടതാണ് ഭഗവാനെ. ലോകപാലന്മാർ എല്ലാവരും, ഇന്ദ്രാദി ലോകപാലന്മാരെല്ലാവരും, അവരാണല്ലോ ഈ ലോകത്തിൻ്റെ രക്ഷകർ. എൻ്റെ പിതാവ് 3 ലോകങ്ങളും കീഴടക്കി ലോകപാലന്മാരെയും അധീനത്തിലാക്കി. ആ ലോകപാലന്മാരുടെ നേർക്ക് ഒന്ന് കണ്ണുരുട്ടിയാൽ, ഒന്ന് പുരികം വിളച്ചാൽ ഭയപ്പെട്ടു പോകുമായിരുന്ന ലോകപാലന്മാർ. ഇന്ദ്രൻ, വന്യദേവൻ, വരുണദേവൻ, ഇവരൊക്കെ എൻ്റെ അച്ഛൻ പറയുമ്പോൾ കേൾക്കേണ്ടവരായിരുന്നു. ഉദാഹരണങ്ങളൊക്കെ നമുക്ക് ആലോചിച്ചാൽ അറിയാം. ഒരു വളരെ ഉഷ്ണമുള്ളൊരു സമയത്ത് ഹിരണ്യകശിപു പറയുകയാണ്, നല്ല സുഖകരമായ സുരഭിലമായ വായു വരട്ടെ എന്ന് പറഞ്ഞാൽ കേൾക്കാൻ ബാധ്യസ്ഥനായിരുന്നു വായുദേവൻ. അത്ര പോലും ഭൃത്യഭാവത്തിൽ നിന്നിരുന്ന ആ ദിക്പാലകന്മാരെ ശാസിച്ചു നിർത്തിയിരുന്ന എൻ്റെ അച്ഛൻ്റെ ആ ഐശ്വര്യമെല്ലാം ഭഗവാനെ അവിടുത്തെ ആ ഒരു ലീല കൊണ്ട് ഇല്ലാതായിപ്പോയില്ലേ? അപ്പോൾ ആരാണ് വലുത്? ലോകത്തെ മുഴുവൻ കീഴടക്കിയ എൻ്റെ അച്ഛൻ, അച്ഛൻ്റെ കീഴിലുണ്ടായിരുന്ന ദിക്പാലകന്മാരൊക്കെ ആരാണ്? ദിക്പാലകന്മാരിൽ ആരെങ്കിലുമൊക്കെ പണിമുടക്കിയാൽ ലോകം നടക്കില്ലെന്നുള്ളത് നമുക്കറിയാം. അപ്പം അങ്ങനെ ഈ മനുഷ്യരുടെ ഐശ്വര്യം, പ്രതാപം, ഇതൊന്നും ശാശ്വതമല്ല. എന്തിൻ്റെ മുമ്പിൽ? ഭഗവാന്റെ കരുണ ഇല്ലെങ്കിൽ ഇതൊന്നും ശാശ്വതമല്ല. ഞാൻ നേരിട്ട് കണ്ടതാണ് ഭഗവാനെ. ഇത്രയും പറയണമെങ്കിൽ, 7 വയസ്സുള്ള പ്രഹ്ലാദൻ പറയണമെങ്കിൽ നമ്മൾ ആ പ്രഹ്ലാദനെ എത്ര നമസ്കരിച്ചാൽ മതിയാവുമെന്ന് ആലോചിച്ച് നോക്കുക. അതുകൊണ്ട് പറയുകയാണ്, എന്നെ അങ്ങയുടെ ഭക്തനായി സ്വീകരിക്കണമേ, അങ്ങയുടെ ദാസനായിട്ട് സ്വീകരിക്കണമേ എന്ന് പറയുന്നു. അപ്പം ഇങ്ങനെയൊക്കെ ആയിട്ടും ഈ മനുഷ്യരിതൊന്നും ഒത്തിരി പേർക്ക് മനസ്സിലാവുന്നില്ലല്ലോ. ഈ പറഞ്ഞ സുഖഭോഗങ്ങൾക്കൊക്കെ പുറകെ പോയിട്ട് ഭഗവാനെ മറന്ന് തങ്ങൾക്കുള്ള ദുഃഖങ്ങൾ ഇല്ലാതാക്കുന്നതിനും തങ്ങൾക്ക് സുഖം നൽകുന്നതിനും ആരാണ് പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി പോലും ഇല്ലാതെ എത്രയോ അജ്ഞാനികളായിട്ടുള്ള ആൾക്കാർ കഴിയുന്നു ഭഗവാനെ. എന്നിട്ട് പറയുകയാണ്, അപ്പം അങ്ങനെയുള്ള എനിക്കെങ്ങനെയാണ് ഇപ്പം ഇത്രയെങ്കിലും അറിവ് കിട്ടിയത്? പറയുന്നു, അങ്ങയുടെ ഭക്തനായ ആ നാരദ മഹർഷിയുടെ അനുഗ്രഹം കൊണ്ടാണ് എനിക്കിത് സാധിച്ചത്. അതിലും ഉപരി എൻ്റെ ശിരസിലല്ലേ ഭഗവാനെ അവിടുന്ന് ആ തൃക്കരങ്ങൾ കൊണ്ട് സ്പർശിച്ചത്. അങ്ങ് ആ ബ്രഹ്മദേവനെയോ മഹാദേവനെയോ ലക്ഷ്മി ഭഗവതിയെയോ ശിരസ് കൊണ്ട് സ്പർശിച്ച് അനുഗ്രഹിച്ചില്ലല്ലോ. ഇതിൽ പരം കൃതാർത്ഥത എനിക്ക് എന്താണ് വേണ്ടത് ഭഗവാനെ എന്ന് പ്രഹ്ലാദൻ നരസിംഹമൂർത്തിയോട് പറയുകയാണ്. ക്വാഹം രജപ്രഭവ ഈശ തമോധികേസ്മിൻ ജാതസുരേതരകുലേ ക്വതവാനുകമ്പ ന ബ്രഹ്മണോ നതു ഭവസ്യ നവൈരമായ എന്മേർപ്പിതശിരസി പത്മകരപ്രസാദ. പിന്നീട് വേറൊരു കാര്യമായിട്ട് വീണ്ടും പറയുന്നു, ഈ എൻ്റെ അച്ഛനെ വധിച്ച് അങ്ങ് ഈ ഘോരമായ രൂപം സ്വീകരിച്ച് എൻ്റെ അച്ഛനെ എന്ന് പറയുന്നതിലും കൂടുതൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അസുരനെ വധിച്ച് എന്നെ രക്ഷിച്ചത് ഭക്തന്മാരുടെ വാക്ക് പാലിക്കുന്നതിന് വേണ്ടിയല്ലേ ഭഗവാനെ? അങ്ങയുടെ ഭക്തവാത്സല്യമല്ലേ അത്?
എത്ര ഭക്തന്മാരുടെ അപേക്ഷപ്രകാരമാണ് ഭഗവാൻ നരസിംഹമൂർത്തിയായിട്ട് അവതരിച്ചതെന്ന് നമുക്കറിയാം, കഥകളറിയാം. മൽപ്രാണരക്ഷണമനന്ത പിതൃവധശ്ച മന്യേ സ്വഭൃത്തൈഋഷിവാക്യമൃതം വിധാതും ഖഡ്ഗം പ്രഗൃഹ്യ യദവോചദസദ്വിധിൽസു ത്വാമീശ്വരോ മദപരോവതുകം ഹരാമി. ആ രംഗം പ്രഹ്ലാദൻ പറയാണ്. വാളുയർത്തിപ്പിടിച്ചുകൊണ്ട് അങ്ങയുടെ ഭക്തനും സ്വന്തം പുത്രനുമായ എൻ്റെ നേരെ ആ വാളുയർത്തി അലറിക്കൊണ്ട് ചോദിക്കുന്നു, ഞാൻ പറഞ്ഞാൽ നീ അനുസരിക്കില്ല അല്ലേ? എന്നാൽ നിന്നെ രക്ഷിക്കാൻ വേറൊരു ഈശ്വരനുണ്ടെങ്കിൽ വന്ന് രക്ഷിക്കട്ടെ. ഞാൻ ഇതാ നിൻ്റെ ശിരസ് എടുക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ ആ അസുരൻ്റെ മുമ്പിൽ അങ്ങ് ഈ രൂപത്തിൽ അവതരിച്ചത് ഭക്തവാത്സല്യം കൊണ്ട് മാത്രമല്ലേ ഭഗവാനെ? ഇനി ഇതിന് ശേഷം ഭഗവാന്റെ ആ മാഹാത്മ്യം അറിവില്ലാത്തവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി കൂടി പറയുകയാണ്. ഭഗവാന്റെ ആ പ്രപഞ്ച സൃഷ്ടിയിൽ ബ്രഹ്മദേവൻ എങ്ങനെ ഭഗവാനിൽ നിന്നും അനുഗ്രഹം നേടി സൃഷ്ടിച്ചതെന്നൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കുന്നു അടുത്ത ശ്ലോകങ്ങളിൽ. സൃഷ്ടിയും സൃഷ്ടാവും സൃഷ്ടിക്കുന്ന വസ്തുവും എല്ലാം അങ്ങ് തന്നെയാണ് എന്ന് നമ്മൾ പച്ച മലയാളത്തിൽ പഠിച്ചിട്ടുണ്ട്. ആ കാര്യം തന്നെ ഇവിടെ ഭാഗവതത്തിൽ പറയുന്നു. ഭാഗവതത്തിൽ പറഞ്ഞതാണ് അങ്ങനെ വന്നത്, അത് വേറൊരു കാര്യം. അപ്പം കാര്യകാരണാത്മകമായ വിശ്വം ആ കാരണജലത്തിൽ ലയിച്ച് അങ്ങ് യോഗാധിരൂഢനായി ശയിച്ച സമയത്ത് അങ്ങയിൽ തന്നെ പ്രപഞ്ചം മുഴുവൻ ലയിച്ചിരുന്നു. അങ്ങയിൽ നിന്ന് ഉണ്ടായ ആ പത്മത്തിൽ, നാഭീപത്മത്തിൽ ബ്രഹ്മദേവൻ സ്ഥിതനായി കാണപ്പെട്ടതും ആ ബ്രഹ്മദേവൻ തൻ്റെ ഇരിപ്പിടം ഏതാണ്, തൻ്റെ ആശ്രയം എന്താണ് എന്ന് അറിയാതെ വളരെ കാലം പുറത്തെല്ലാം അന്വേഷിച്ചു. അതിനുശേഷം ഭഗവാന്റെ തന്നെ ഉൾപ്രേരണ കൊണ്ട് തപസ് ചെയ്ത് ഉള്ളിൽ തപസ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഉള്ളിൽ തിരയുന്നു. പുറത്ത് തിരഞ്ഞ് കാണാതിരുന്ന ഭഗവാനെ തൻ്റെ ഉള്ളിൽ തന്നെ തിരഞ്ഞ് ഭഗവാനെ വിരാട് സ്വരൂപ രൂപത്തിൽ ദർശിച്ചതും അതിനുശേഷം പിന്നീട് ഹയഗ്രീവമൂർത്തിയായിട്ട് അവതരിച്ച ആ രൂപം ദർശിച്ചതുമായിട്ടുള്ള കഥകളൊക്കെ ഇവിടെ പ്രഹ്ലാദൻ സ്മരിക്കുകയാണ്. ആ ബ്രഹ്മദേവനെ പറ്റി ചിന്തിക്കുമ്പോൾ പ്രഹ്ലാദൻ ചിന്തിക്കുന്നു, നമ്മളുമൊക്കെ ഇങ്ങനെയല്ലേ വേണ്ടത്? ബ്രഹ്മദേവൻ ആ താമരപ്പൂവിനകത്തിരിക്കുന്ന പടം നമുക്കെല്ലാവർക്കും അറിയാം. അവിടെ ഇരുന്ന് എന്താ ആദ്യം ചിന്തിച്ചത്? ഞാൻ എവിടെയാണ് ഇരിക്കുന്നത്? എനിക്ക് ആശ്രയം ആരാണ്? ഇങ്ങനെ ചിന്തിക്കാൻ നമുക്കാർക്കെങ്കിലും തോന്നുന്നുണ്ടോ? നമുക്കെന്നല്ല, സാധാരണ മനുഷ്യർക്കാർക്കെങ്കിലും തോന്നുന്നുണ്ടോ ഞാൻ ആരാണെന്നും ഞാൻ എവിടെയാണ് ഇരിക്കുന്നത്, എൻ്റെ അടിസ്ഥാനം എന്താണ്, എന്നെ രക്ഷിക്കുന്നത്, എൻ്റെ ആശ്രയം എന്താണ്? ഈ ചിന്ത എല്ലാവരിലും ഉണ്ടാവണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് പ്രഹ്ലാദൻ ഇത് പറയുന്നത്. ആത്മാന്വേഷണപരത എല്ലാവരിലും വേണം. ഈ ബാഹ്യമായ അന്വേഷണപരത കൊണ്ട് വേണ്ട ലക്ഷ്യത്തിലെത്തിച്ചേരുകയില്ല. അതുകൊണ്ട് ആ കാര്യം കൂടി നമുക്ക് സാന്ദർഭികമായി സ്മരിക്കാം. അങ്ങനെ ആ വിശ്വോൽപത്തിയെപ്പറ്റി സൂചിപ്പിച്ചതിന് ശേഷം പിന്നീട് കാലശക്തി ഉണർന്ന് സൃഷ്ടിക്കാൻ തുടങ്ങിയതും ഭഗവാൻ ബ്രഹ്മദേവൻ്റെ ആ കൈകളിൽ കൈ ചേർത്ത് തൻ്റെ ആ ശക്തി, സൃഷ്ടിക്കുള്ള ശക്തി പകർന്നതും ആയ കാര്യങ്ങളൊക്കെ പ്രഹ്ലാദൻ സ്മരിക്കുകയാണ്. അങ്ങനെ ആ ഉള്ളിൽ ദർശനം കിട്ടിയ ബ്രഹ്മദേവനെ പോലെ നമുക്കുമൊക്കെ ആ ഭഗവാനെ കാണണമെന്നുള്ള ആഗ്രഹം, ഭഗവാൻ എന്ന വാക്കൊക്കെ പിന്നീട് മതി, തൻ്റെ നിലനിൽപ്പ്, താൻ ആരാണെന്നും തൻ്റെ ഉണ്മ എന്താണെന്നും തൻ്റെ നിലനിൽപ്പ് എവിടെയാണെന്നും എങ്ങനെ അത് കണ്ടുപിടിക്കാമെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ സാധാരണക്കാർ തോന്നാൻ വേണ്ടിയാണ് പ്രഹ്ലാദൻ ഇതൊക്കെ പറയുന്നത്.
സത്യത്തിൽ അതിനൊക്കെയുള്ള ഒരു വേദികളാണ് സത്സംഗങ്ങൾ. ഒരു ദിവസം പോയി എന്തെങ്കിലും കേട്ടതുകൊണ്ട് മനസ്സിലായില്ല എന്നൊന്നും പറയുന്നതിന് അർത്ഥമില്ല. കാരണം നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ പതിഞ്ഞിറങ്ങണമെങ്കിൽ കുറച്ച് കാലം വേണ്ടി വരും. അപ്പോൾ ക്രമേണ പ്രഹ്ലാദൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം. ഇതുപോലെ ശ്രവണത്തിൽ തുടങ്ങുക. അപ്പം നമ്മളിവിടെ ശ്രവിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. പറയുന്നുണ്ടെങ്കിൽ ഞാനും ശ്രവിക്കുക തന്നെയാണ്. കാരണം എനിക്കിതൊന്നും ഇത്രയ്ക്കൊന്നും അറിഞ്ഞുകൂടാ. എങ്കിലും നമ്മൾ പ്രഹ്ലാദൻ്റെ വാക്കുകളിലൂടെ ശ്രവിക്കുകയാണ്. നമ്മൾ കീർത്തനം ചെയ്യുക, വിഷ്ണു സ്മരണം ചെയ്യുക, ഭഗവാനെ സ്മരിക്കുക, പാദസേവനം ചെയ്യുക, ഭഗവാനിൽ അർച്ചിക്കുക. അപ്പോൾ തന്നെ നമുക്ക് ആ ഭഗവാനിലൂടെ അടുപ്പം ഉണ്ടാവും. ആ ബാഹ്യമായിട്ടുള്ള രൂപത്തിലല്ല വേണ്ടത്. നമ്മുടെ ലക്ഷ്യം നമ്മുടെ ഉള്ളിലുള്ള, അല്ലെങ്കിൽ നമ്മൾ എവിടെയാണെന്നാൽ ആ ശക്തിക്ക് മുമ്പിലായിരിക്കണം നമ്മളിരിക്കേണ്ടത്. അങ്ങനെ ആ പാദസേവനം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്കും ഇത്തരം ചിന്തകൾ ഉണ്ടാവും. നമുക്കും ബ്രഹ്മദേവൻ്റെ പിന്നിൽ നിൽക്കാനുള്ളൊരു കഴിവുണ്ടാവും എന്ന് പറയുന്നു പ്രഹ്ലാദൻ. അങ്ങനെ ഭഗവാനെ അങ്ങ് പല അവതാരങ്ങൾ സ്വീകരിച്ചു. ഇത്തം നിർതിര്യ ഗൃഷിദേവ ശശാവതാരൈ ലോകാൻ വിഭാവയസി ഹംസി ജഗൽപ്രദീപാൻ ധർമ്മം മഹാപുരുഷവാസിയുഗാനുവൃത്തം ഛന്നക്കലൗ യദഭവസ്ത്രീയുഗോധസത്വം. ഇങ്ങനെ അങ്ങ് പല യോനികളിൽ ജനിച്ചു, പലതായിട്ട് അവതരിച്ചു. നൃതിര്യ ഗൃഷി ദേവ ശശ അവതാരങ്ങളൊക്കെ ചെയ്തു. അങ്ങനെ എല്ലാ രൂപത്തിലും, എല്ലാ യോനികളിലും, എല്ലാ രൂപത്തിലും ഭാവത്തിലും അങ്ങ് അവതരിച്ചു. ഇപ്പോൾ ഇതാ നൃസിംഹരൂപത്തിൽ അവതരിച്ചിരിക്കുന്നു. നരനുമല്ല മനുഷ്യനുമല്ല, രണ്ടുമാണ്. അങ്ങനെയുള്ള രൂപത്തിൽ അവതരിച്ചിരിക്കുന്നു. അങ്ങനെ അവതരിച്ച് ഈ പ്രപഞ്ചത്തെ പാലിക്കുന്നു, സംഹരിക്കുന്നു, വീണ്ടും സൃഷ്ടിക്കുന്നു. ഇതെന്തിനാണ് എന്ന് അങ്ങയ്ക്ക് മാത്രമേ അറിയൂ. അല്ലെങ്കിൽ അങ്ങ് അനുഗ്രഹിക്കുന്ന ഭക്തന്മാർക്ക് മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയുന്നു. പിന്നീട് പ്രഹ്ലാദനൊരു പ്രാർത്ഥന വയ്ക്കുകയാണ്, ഒരഭ്യർത്ഥന വയ്ക്കുകയാണ് നരസിംഹമൂർത്തിയുടെ മുൻപിൽ. നൈതൻ മനസ്തവ കഥാസു വികുണ്ഠനാഥ സംപ്രീയതേ ദുരിതദുഷ്ടമസാധു തീവ്രം കാമാതുരം ഹർഷശോകഭയൈഷണാർത്ഥം തസ്മിൻ കഥം തവ ഗതിം വിമൃശാമി ദീനഃ. ഇതൊന്നും മനസ്സിലാക്കാതെ ദുഃഖിതരായിട്ടുള്ള എന്നും ഇങ്ങനെ കഷ്ടപ്പാടിലും ഒന്നും അറിവില്ലായ്മ തന്നെ ഏറ്റവും വലിയ കഷ്ടപ്പാട്. അപ്പോൾ നമ്മളറിയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. നമ്മുടെ കഷ്ടപ്പാടിൻ്റെ കാരണം അറിവില്ലായ്മയാണെന്ന് നമ്മളറിയുന്നില്ല. വാസ്തവത്തിൽ അതാണ്. എന്താണ് സത്യമെന്നറിയുന്നവന് ദുഃഖം കുറയും. ആ സത്യമെന്താണെന്ന് മനസ്സിലാക്കാതെ നമ്മൾ അവിടെ എവിടെയും തിരയും. നമ്മൾ വീണ്ടും ഈ ദുഃഖത്തിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ നടക്കും. അപ്പം അങ്ങനെയുള്ളവരെ കൂടി രക്ഷിക്കണേ ഭഗവാനെ എന്ന് പറയുന്നു. ഇതിനുത്തരമായിട്ട് എന്നതുപോലെ ഇതിനവസാനം ഭഗവാൻ പ്രഹ്ലാദനോട് പറയുന്നതായിട്ടുണ്ട്. എന്നെ സേവിക്കുന്നവർക്ക് മാത്രമേ എൻ്റെ പ്രസാദം കിട്ടുകയുള്ളൂ. എന്നെ സേവിക്കുന്നവർക്ക് എൻ്റെ അനുഗ്രഹം കിട്ടുകയും ചെയ്യും എന്ന് അവസാനം വളരെ ചുരുക്കി പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഉത്തരം പറയുന്നില്ലെങ്കിലും നമുക്ക് മനസ്സിലാക്കാം, ഭഗവാനെ നിഷ്കൽമഷമായിട്ട് നിഷ്കാമമായിട്ട് ഭജിച്ചാൽ അവൻ ഇതിൽ നിന്നൊക്കെ, ഈ ദുഃഖങ്ങളിൽ നിന്നൊക്കെ മാറാൻ സാധിക്കും. ആരാണ് താനെന്ന് മനസ്സിലാക്കുക. ഭഗവാൻ ആരാണ്, താൻ ആരാണ്, വിശ്വം എന്താണ്, ജീവിതം എന്താണ്, ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണ്, ഇത്രയും മനസ്സിലാക്കാനുള്ളൊരു ശ്രമം നടത്തിയാൽ തീർച്ചയായിട്ടും മനുഷ്യനിൽ പകുതി പേർക്കെങ്കിലും ഈ ദുഃഖങ്ങളിൽ നിന്നും ഒഴിവാകാൻ സാധിക്കും. പിന്നീട് പ്രഹ്ലാദൻ ഈ ദുഃഖങ്ങൾക്കൊക്കെ പല കാരണങ്ങളുണ്ട്. ഒന്നാമത് ഈ ഇന്ദ്രിയങ്ങളാണ് കുഴപ്പക്കാരൻ. ഈ ഇന്ദ്രിയങ്ങൾ നമ്മളെ ഓരോ തരത്തിലേക്ക് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ണ്, കാത്, മൂക്ക്, വായ്,
ജനനേന്ദ്രിയം, ഇങ്ങനെ ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും എല്ലാവരും ഉണ്ട്. എല്ലാവരും നമ്മളെ ഇങ്ങനെ ഓരോ തരത്തിൽ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ ഒരു ഉദാഹരണമായിട്ട് പ്രഹ്ലാദൻ പറയുന്നു. പല പത്നിമാരുള്ള, ഒന്നിലധികം പത്നിമാരുള്ള ഒരു ഗൃഹസ്ഥൻ്റെ കഥയാണ് പറയുന്നത്. എല്ലാവരും പ്രിയ പത്നിമാരാണെന്നുള്ള രീതിയിലാണ് ഗൃഹസ്ഥൻ പെരുമാറുന്നത്. അങ്ങനെ പെരുമാറാൻ സാധിക്കുള്ളല്ലോ. ഒരു പത്നി പറയും, എനിക്കിപ്പോൾ നമുക്കൊന്ന് ഇന്നടുത്തൊരു യാത്ര പോവാം, അവിടുത്തെ പ്രകൃതി ദൃശ്യങ്ങളൊക്കെ ഒന്ന് കാണാം. ശരി എന്നാലോചിക്കുമ്പോഴേക്കും അപ്പോഴൊന്നല്ല, വേറൊരു പത്നി പറയും, നമുക്കൊന്ന് പുറത്ത് പോയി നല്ല ഭക്ഷണമൊക്കെ വെച്ചിട്ട് വരാം, എത്ര നാളായി നമ്മൾ ഈ വീട്ടിലെ ഭക്ഷണം മാത്രമല്ലേ കഴിക്കുന്നത്. അങ്ങനെ ഒരുത്തി. പിന്നെ വേറൊരുത്തി പറയും, ഈ കലാപരിപാടികളൊക്കെ കണ്ടിട്ട് കാലം കുറേയായി, നമുക്ക് ഏതെങ്കിലും നല്ല സിനിമയോ അല്ലെങ്കിൽ എന്തെങ്കിലുമോ കാണാൻ പോകാം. വേറൊരു പത്നി പറഞ്ഞേക്കാം, ഒന്ന് ഗുരുവായൂർ പോയിട്ട് ഒത്തിരി നാളായല്ലോ, നമുക്കൊന്ന് ഗുരുവായൂർ പോയി ഭഗവാനെ തൊഴുതാൻ. ഇങ്ങനെ നല്ലതും ചീത്തയുമായുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കുന്ന പല പത്നിമാരുള്ള ഒരു ഗൃഹസ്ഥനെ പോലെയാണ് നമ്മുടെ മനസ്സ്. നമ്മുടെ കണ്ണുകൾ പറയും നല്ല കാഴ്ചകൾ കാണാൻ പോകാം, ഉടൻ ചെവി പറയും അത് കണ്ടിരിക്കട്ടെ, നമുക്കിത് കേൾക്കാം. ഇപ്പം ഭാഗവത സത്രമല്ലേ, ഭാഗവത സത്രത്തിൽ പിന്നെ പാരായണവും അതുപോലെ പ്രഭാഷണമൊക്കെ കേൾക്കാം, ഇടയ്ക്ക് നാമജപം ഉണ്ടാവും, അതൊക്കെ കേൾക്കാം. അപ്പം വേറൊരാൾ അതല്ല എന്ന് പറഞ്ഞ ഓരോ തരത്തിൽ പ്രയാസമില്ല, നമുക്ക് ചിന്തിക്കാൻ പ്രയാസമില്ല. ഇങ്ങനെ നമ്മൾ നമ്മുടെ ഇന്ദ്രിയങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുകയാണ്. ഏത് ഇന്ദ്രിയം പറയുന്നതാണ് നമ്മൾ കേൾക്കുന്നത്? ഒന്നും കേൾക്കാൻ പറ്റുകയില്ല. അപ്പോൾ ചുരുക്കം എന്താ വേണ്ടത്? ഇന്ദ്രിയ നിഗ്രഹം ആവശ്യമാണ്. നിഗ്രഹം എന്ന് പറഞ്ഞാൽ അടക്കൽ, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കൽ. നമ്മൾ പറയുന്നത് നിൽക്കണം ഇന്ദ്രിയം. ഇപ്പം ഇന്നൊരാഗ്രഹം തോന്നിയാൽ അത് വേണ്ട, അത് എനിക്ക് എൻ്റെ ഗുണത്തിന് നല്ലതല്ല എന്ന് വിചാരിച്ച് ആ കാര്യങ്ങൾ മാറ്റിവെക്കാനുള്ളൊരു ശക്തി നമുക്കുണ്ടാവണം. അങ്ങനെ ഇന്ദ്രിയങ്ങളെ നിഗ്രഹിച്ച് തൻ്റെ മേന്മ എന്താണെന്ന് മനസ്സിലാക്കി താൻ എവിടേക്ക് പോകുന്നു ആ വഴിയിലേക്കുള്ള ഇച്ഛകൾ ഇന്ദ്രിയങ്ങളെ മാത്രം സ്വീകരിച്ചാൽ നമുക്ക് വേണ്ട സ്ഥലത്ത് എത്തിച്ചേരാൻ സാധിക്കും. ഇല്ലെങ്കിൽ പല പത്നിമാരുടെ വഴക്കും കേട്ട് ചീത്തയും കേട്ട് നിഷ്കാസിതനാകുന്ന ഗൃഹസ്ഥനെ പോലെ ആയിത്തീരും നമ്മുടെ മനസ്സ്. അപ്പം മനസ്സിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് ഇന്ദ്രിയ നിഗ്രഹം, ഇന്ദ്രിയങ്ങളെ അടക്കി നിർത്തൽ. അത് പറയുന്നു. ജിഹ്വൈകതോച്യുത വികർഷതിമാ വിതൃപ്ത ശിഷ്ണോന്യത ത്വഗുദരം ശ്രവണം കുതശ്ചിത് ഘ്രാണോന്യത ചവലദൃക് ക്വച കർമ്മശക്തി ബഹ്വ്യസപത്നൈവ ഗേഹവതിം ലുനന്തി. ബഹുസപത്നിമാരുള്ള ഗേഹവതിയെ പോലെ ആയിത്തീരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഈ പ്രഹ്ലാദൻ പറയുന്ന അജ്ഞരായിട്ടുള്ളവർ മാത്രമല്ല, നമ്മളെല്ലാവരും ഓരോ പോലെയൊക്കെ തന്നെയാണ്. കൂടുതൽ പേരും മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കാത്തവരാണ്. തനിക്കെന്താണ് വേണ്ടത്, തൻ്റെ ലക്ഷ്യം എന്താണ്, തനിക്ക് ഗുണകരമായിട്ടുള്ള എന്താണ് എന്ന് മനസ്സിലാക്കി ആ ഇന്ദ്രിയം പറയുന്നതിന് പിൻപേ നിൽക്കുകയും മറ്റിന്ദ്രിയങ്ങളൊക്കെ അടക്കി നിർത്തുകയും ചെയ്യാനുള്ള സാധനങ്ങൾ നമ്മൾ ചെയ്യണം. അങ്ങനെ മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കണം എന്ന് പറയുന്നു. എന്നിട്ട് വീണ്ടും പറയുന്നു, ഇതൊന്നും പറ്റാത്ത ആൾക്കാരെ രക്ഷിക്കണമേ എന്ന് അടുത്ത ശ്ലോകത്തിൽ വീണ്ടും പറയുന്നുണ്ട്. പിന്നെ വേറൊരിടത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു ശ്ലോകം വിട്ടിട്ടാണെങ്കിലും പറയുകയാണ്. യൻ മൈഥുനാദിഗ്രഹമേധി സുഖം ഹി തുച്ഛം കണ്ടൂയനേന കരയോരിവ ദുഃഖം തൃപ്യന്തി നേഹകൃപണ ബഹുദുഃഖഭാജ കണ്ടൂതിവൻ മനസിജം വിഷഹേതധീര. ഈ ഇന്ദ്രിയ സുഖത്തിന് പുറകെ ഏറ്റവും മനുഷ്യനെ പീഡിപ്പിക്കുന്ന രണ്ട് സുഖങ്ങളാണ് ജിഹ്വയും ഉപസ്ഥവും ജനനേന്ദ്രിയവും. ഭക്ഷണത്തിനോടുള്ള ഒരു മോഹം, അതുപോലെ മൈഥുന സുഖത്തിനോടുള്ളൊരു മോഹം. ഇവിടെ ആ മൈഥുന സുഖത്തെപ്പറ്റി വളരെ
അത്യന്തം നീചമായിട്ടുള്ളൊരു ഇച്ഛയായിട്ട് പറയുന്നു. ഈ ചൊറിച്ചിൽ വരുമ്പോൾ നമുക്ക് ശരീരത്തിൽ എവിടെയെങ്കിലും ചൊറിച്ചിൽ വന്നെന്ന് വിചാരിക്കാം. അപ്പോൾ ആ ചൊറിച്ചിൽ വരുമ്പോൾ തീരാൻ എളുപ്പ വഴി എന്താ? ചൊറിയുക തന്നെ. ചൊറിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ അവിടെ ഒരു പൊട്ടലൊക്കെ ഉണ്ടാവും, നീറ്റലുണ്ടാവും. വേറൊരാൾ ചിലപ്പോൾ ചൊറിഞ്ഞ് തരും. അങ്ങനെ പരസ്പരം ചൊറിഞ്ഞ് ആ ചൊറിച്ചിൽ അകറ്റാൻ ശ്രമിക്കുന്നത് വലിയ അപകടത്തിലേക്ക് മാറിപ്പോകുന്നത് തീരുന്നത് പോലെയാണ് ഈ തുച്ഛമായ മൈഥുന സുഖം. എന്നാൽ പിന്നെ എങ്ങനെയാണ് ഇതിൽ നിന്ന് രക്ഷപ്പെടുക? വിവേകമുള്ളവൻ ചൊറിച്ചിലടക്കും. ആ അടക്കാനുള്ള ശക്തിയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇന്ദ്രിയ സുഖത്തിൻ്റെ പിന്നാലെ ഇന്ന് പറയേണ്ട കാര്യമില്ല. ഈ രണ്ട് സുഖങ്ങളും, ഈ ജിഹ്വയും ഉപസ്ഥവും രണ്ടിൻ്റെയും സുഖങ്ങൾ ഇന്ന് വളരെയധികം പൊതുജനങ്ങൾക്കും ലോകത്തിന് തന്നെയും നാശകാരിയായി മാറിയിരിക്കുന്നു എന്ന് നമുക്കറിയാം. അപ്പോൾ ഇവയൊക്കെ അടക്കുക, വായടക്കുക, ഭക്ഷണത്തിൻ്റെ ഒരു നിയന്ത്രണം വയ്ക്കുക, തനിക്ക് വേണ്ടത് കഴിക്കുക, അതുപോലെ തന്നെ മൈഥുന സുഖവും. അപ്പോൾ ആ ഇന്ദ്രിയങ്ങളെ അടക്കുന്നതിൻ്റെ പ്രാധാന്യം പറയുന്നത് ഇത്ര ചെറുപ്പത്തിലുള്ളൊരു കുട്ടിയാണെന്ന് ഓർക്കുക. അപ്പോൾ ആ കുട്ടിയെ നമ്മൾ കുട്ടിയായിട്ടാണോ കാണേണ്ടത്? പ്രഹ്ലാദ ബാലനെ യന്മൈഥുനാദിഗ്രഹമേധി സുഖം ഹി തുച്ഛം കണ്ടൂയനേന കരയോരിവ ദുഃഖം തൃപ്യന്തി നേഹകൃപണ ബഹുദുഃഖഭാജ കണ്ടൂതിവൻ മനസിജം വിഷഹേദധീര. സ്തുതിയുടെ അവസാന ഭാഗത്തേക്ക് വരുന്നു. അപ്പോൾ ഇങ്ങനെ ഈ അജ്ഞാനത്തിൽ മുഴുകി കിടക്കുന്ന ആളുകൾക്ക് അവരെ സ്വയം ഉദ്ധരിക്കാനായിട്ട് പല മാർഗങ്ങളുമുണ്ട്. മുമ്പേ പറഞ്ഞ പ്രായോഗികമായിട്ടുള്ള ശ്രവണം, കീർത്തനം അതൊക്കെ കഴിഞ്ഞു. അതുകൂടാതെ ഇവിടെ പറയുന്നു, നമ്മൾ പല സാധനാനുഷ്ഠാനങ്ങളിലൂടെയും പോവാറുണ്ട്. എല്ലാവർക്കും അറിയാം, ധ്യാനയോഗം, അതുപോലെ ഹഠയോഗം, ജപയജ്ഞം, അങ്ങനെ പലതുമുണ്ട്. ഇവിടെ പറയുന്നത് മൗനവ്രത ശ്രുത തപോധയന സ്വധർമ്മ വ്യാഖ്യാരഹോ ജപസമാധയ ആപവർഗ്യാഹ പ്രായപരം പുരുഷ തേ ത്വജിതേന്ദ്രിയാണാം വാർത്താ ഭവന്ത്യുത നവാതദുദാംഭികാനാം. മോക്ഷോപായങ്ങളായിട്ട് പറയുന്നവയാണ് ഇതൊക്കെ. മൗനവ്രതം മിണ്ടാതിരിക്കൽ മാത്രം ആയാൽ മൗനവ്രതമായില്ല, അതിന് തുടക്കമാവും. നാവുകൊണ്ട് മിണ്ടാതിരുന്നാൽ അതിൻ്റെ തുടക്കം. മനസ്സുകൊണ്ട് സംസാരിക്കരുത്. മനസ്സുകൊണ്ട് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ മറ്റൊന്നും ചിന്തിക്കരുത്. മറ്റൊന്നിലും ചിന്തിക്കാതെ നമ്മൾ എന്തിലെങ്കിലും ഒരു ലക്ഷ്യത്തിൽ മാത്രം മനസ്സുറപ്പിച്ച് മറ്റൊന്നിലേക്ക് മനസ്സ് പോവാതെ ചെയ്യുന്ന യോഗമാണ് ധ്യാനയോഗം. അപ്പം മൗനയോഗം അത് തന്നെയാണ്. പിന്നെ ജ്ഞാനം നേടുക, വേദാധ്യയനം നടത്തുക, തപസ് ചെയ്യുക. മുമ്പേ പറഞ്ഞു, തപസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ തന്നിലേക്ക് തന്നെ ഇറങ്ങി ചിന്തിക്കുന്നതുമാണ് തപസ്സാകുന്നത്. അധ്യയനങ്ങൾ, വേദം മുതലായവ അധ്യയിക്കുക, സ്വധർമ്മം അനുഷ്ഠിക്കുക, ജപപൂജകൾ ചെയ്യുക, ജപയജ്ഞം നടത്തുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മോക്ഷോപായങ്ങളാണ്. ആ മോക്ഷോപായങ്ങളിലൂടെ നമുക്ക് ഈ ആപത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടാം. പക്ഷേ ഒരു കാര്യം, ഈ മോക്ഷോപായങ്ങളിലേക്കുള്ള വഴിയിലൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇതല്ല അവസാനമെന്ന് മനസ്സിലാക്കലാണ്. ഇതിൻ്റെ ഒരു ഘട്ടം വരുമ്പോൾ പലരും തനിക്ക് നേടിയിട്ടുള്ള, തനിക്ക് ലഭിച്ചിട്ടുള്ള ചില കഴിവുകളെയൊക്കെ ഉയർത്തി കാണിച്ച് ഇതാണ് തൻ്റെ ലക്ഷ്യമെന്ന് വിചാരിക്കുന്നവർ ലക്ഷ്യത്തിലെത്തിച്ചേരുന്നില്ല. അപ്പം എന്താ വേണ്ടത്? എന്ത് ചെയ്യുന്നതും ഭക്തിപൂർവ്വം ചെയ്യുക. നമ്മൾ ആദ്യം പറഞ്ഞു, ആ ബ്രാഹ്മണനെയും ശോഭനെയും കൂട്ടി ഉദാഹരിച്ചപ്പോൾ പറഞ്ഞു, ഏത് ചെയ്യുമ്പോഴും, ഏറ്റവും ഉയർന്ന തപസ് ചെയ്യുമ്പോഴും, ഏറ്റവും ചെറിയ നികൃഷ്ടമായ ജോലി ചെയ്യുമ്പോഴും ഭഗവാന് പൂജയായിട്ട് ചെയ്യണമേ, ഭഗവാൻ ഇഷ്ടമായിട്ട് വരണമേ. ഞാനീ ചെയ്യുന്നത് ഭഗവാന്റെ സന്തോഷത്തിന് വേണ്ടി മാത്രമാണ് എന്ന തോന്നലോടുകൂടി ഈ മോക്ഷോപായങ്ങളൊക്കെ അനുഷ്ഠിച്ചാൽ അത് മുക്തിക്ക് കാരണമാകും. മുക്തി എന്ന് പറഞ്ഞാൽ
പൂർണ്ണമായ സ്വാതന്ത്ര്യം തന്നെയാണ്. തനിക്ക് തൻ്റെ ശരീരത്തിൽ നിന്നും തൻ്റെ ഇന്ദ്രിയങ്ങളിൽ നിന്നും തൻ്റെ ചിന്തകളിൽ നിന്നും എല്ലാറ്റിൽ നിന്നും വേറിട്ട് നിൽക്കാനുള്ളൊരു സ്വാതന്ത്ര്യമാണ് ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ഭൗതികമായ വാക്കിൻ്റെ അർത്ഥമല്ല. അപ്പം അങ്ങനെ ഒരു സ്വാതന്ത്ര്യം നേടണമെങ്കിൽ ഏത് പ്രവൃത്തി ചെയ്യുന്നതും ഭഗവത് പൂജയായിട്ട് ചെയ്യണം എന്ന് പറയുന്നു. അതുകൊണ്ട് എന്ത് ചെയ്താലും നിഷ്കാമമായി ചെയ്യണം എന്ന് പ്രഹ്ലാദൻ പറയുന്നു. പിന്നീട് ഭഗവാൻ്റെ മറ്റു ചില ഗുണങ്ങളൊക്കെ പറയുകയാണ്. എല്ലാം ഭഗവാൻ തന്നെയാണ് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി പറയുന്നു. പഴയ രൂപത്തിൽ പറയും. ത്വം വായുരഗ്നിരവനിർവിയദംബുമാത്രാഹം പ്രാണേന്ദ്രിയാണി ഹൃദയം ചിദനുഗ്രഹശ്ച സർവം ത്വമേവ സഗുണോ വ്യഗുണശ്ച ഭൂമൻ നാന്യൽത്വദസ്ത്യപി മനോവചസാ നിരുക്തം. ഈ പറഞ്ഞതെല്ലാം അങ്ങ് തന്നെയാണ് ഭഗവാനെ നരസിംഹമൂർത്തി. വായുദേവൻ ദിക്പാലകന്മാരെ പറ്റിയൊക്കെ മുമ്പ് പറഞ്ഞല്ലോ. വായുദേവൻ, അഗ്നിദേവൻ, വരുണദേവൻ, നിരുതിദേവൻ, യമദേവൻ എല്ലാവരെ പറ്റിയും പറഞ്ഞല്ലോ. എല്ലാം അങ്ങ് തന്നെയാണ് ഭഗവാനെ. വായു, അഗ്നി, അവനീർ, വിയത്ത്, അമ്പു എല്ലാം അത് തന്നെ. പ്രാണേന്ദ്രിയാണ്, ഹൃദയം എല്ലാം. അപ്പോൾ എല്ലാം അങ്ങ് തന്നെയാണ് എന്ന് ഞാൻ അറിയുന്നു ഭഗവാനെ. പിന്നീട് ഇപ്പോൾ പറഞ്ഞ മൗന, വ്രത, ശ്രുത, തപോധന, സ്വധർമ്മ വ്യാഖ്യാനം ഒക്കെ പറഞ്ഞല്ലോ. അതെല്ലാം മനഃശുദ്ധിക്ക് വേണ്ടിയുള്ളതാണ് എന്നെല്ലാവരും മനസ്സിലാക്കണം. ചിത്തശുദ്ധിക്ക് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ മറ്റ് കാമരാഗ ക്രോധങ്ങളൊന്നും ഉണ്ടാവില്ല. ആ ഒരു ശുദ്ധമായ മനസ്സുണ്ടാവുന്നതിന് വേണ്ടി ചെയ്യേണ്ട കർമ്മങ്ങളാണ് അതെല്ലാം. അപ്പോൾ നമുക്ക് ഒരു കാര്യം ചിന്തിക്കാം. ഭട്ടതിരിപ്പാട് പറഞ്ഞിട്ടുണ്ടല്ലോ ഗോപികമാരെ പറ്റി. അവർ ഈ പറഞ്ഞ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ മുക്തി നേടിയവരാണല്ലോ. ഭക്തി എന്ന് പറയുമ്പോൾ മുമ്പിൽ വരുന്ന ഒരു പേരാണല്ലോ ഗോപികമാർ. എന്തു പറയുന്നു ഭട്ടതിരിപ്പാടെന്ന് നോക്കാം. ഐക്യം തേ ദാനഹോമ വ്രത നിയമ തപ സാഖ്യയോഗേർദുരാപം ത്വൽസംഗേനൈവ ഗോപ്യ എന്ന് പറഞ്ഞല്ലോ. ഗോപിമാരാരായിരുന്നു? പഠിപ്പുള്ളവരല്ലായിരുന്നു. അവർക്ക് നാമം ചോദിച്ചുകൊണ്ടിരിക്കാൻ സമയമില്ല, അവർക്ക് ധ്യാനിക്കാൻ സമയമില്ല, അവർക്ക് പൂജകൾ ചെയ്യാൻ അവസരവുമില്ല, അറിഞ്ഞും കൂടാ. അവർ പശുക്കളെ വളർത്തിയും പാല് കറന്നും വെണ്ണയും പാലും ഒക്കെ ഉണ്ടാക്കി വീടുകളിൽ വിറ്റ് നടന്ന് അതുകൊണ്ട് ഉപജീവിക്കുന്നവരാണ്. അങ്ങനെയുള്ള അവരെങ്ങനെ ഇത്ര വലിയ ഭക്തരായി തീർന്നു? നാരദ മഹർഷി പോലും ഉദ്ധവർ പോലും ആ ഗോപികമാരെ നമസ്കരിച്ചില്ലേ? ആ ഗോപികമാരുടെ പാദരേണുക്കളെടുത്ത് ശിരസിൽ അണിഞ്ഞില്ലേ അവരൊക്കെ? എങ്ങനെയാണ് അവർക്ക് സാധിച്ചത്? തേ ഐക്യം, അങ്ങയുമായിട്ടുള്ള ആ ഐക്യം കൊണ്ട് അവർ നേടിയത്. എങ്ങനെ നേടി? ത്വൽ സംഗേന, ഭഗവാനെ അങ്ങയോട്ടുള്ള സംഘം കൊണ്ട് അവർ അങ്ങയോട്ട് ഐക്യം നേടി. അപ്പോൾ എന്താ നമുക്ക് വേണ്ടത്? ഇപ്പം പറഞ്ഞു തന്നെ അത്. എന്ത് ചെയ്യുന്നതും ഭഗവാനോട് സംഘം പുലർത്തിക്കൊണ്ട് ചെയ്യുക. ഭഗവാനെ വിട്ടൊരു കാര്യവും ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ നമുക്ക് ഈ പ്രായോഗിക ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ കൊണ്ടും സമയക്കുറവ് കൊണ്ടും ഭജിക്കാനോ ഒന്നും കേൾക്കാനോ പഠിക്കാനോ ഒന്നും സാധിക്കാത്തവർക്കും ചെയ്യാൻ സാധിക്കും. പക്ഷേ സ്വാർത്ഥ ചിന്ത പാടില്ല. ഭഗവാനോട് മാത്രമേ സംഘം ഉണ്ടാകാവുള്ളൂ. താൻ ചെയ്യുന്നതെല്ലാം ഭഗവാന് ഇഷ്ടമാകണമെന്ന് വിചാരിച്ച് ചെയ്യണം. ഭഗവാൻ ഇഷ്ടമാകണമെന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ അധർമ്മം ചെയ്യുകയില്ല. നമ്മൾ ഭഗവാന് പൂജയ്ക്കായിട്ട് കൊടുക്കുന്ന പുഷ്പങ്ങളാണെങ്കിൽ പോലും എല്ലാം നോക്കി വൃത്തിയാക്കിയിട്ടല്ലേ വെള്ളം തളിച്ചല്ലേ നമ്മൾ കൊടുക്കുകയുള്ളൂ. തിരുമേനി വേറെ വെള്ളം തളിച്ചെടുക്കും, അത് വേറെ തിരുമേനിയുടെ ചുമതലയാണത്. അപ്പം അതുപോലെ നമ്മൾ ചിന്തകളും പ്രവൃത്തികളും എല്ലാം അതുപോലെ ശുദ്ധമായിരിക്കണം എന്നാണ് ഇവിടെ പറഞ്ഞതിൻ്റെ ചുരുക്കമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വീണ്ടും പറയുന്നു, ആ ഭക്തിയോഗം, ആ ദാസയോഗം തന്ന് അനുഗ്രഹിക്കണമേ. പിന്നെ എല്ലാം കഴിഞ്ഞ് അവസാനത്തെ സ്തുതിയുടെ അവസാനത്തെ ശ്ലോകത്തിൽ പറയുന്നു, തൽത്തേ അർഹത്തമ
നമസ്തുതി കർമ്മപൂജാഃ കർമ്മസ്മൃതിശ്ചരണയോ ശ്രവണം കഥായാം സംസേവയാ ത്വയി വിനേതി ഷഡംഗയാ കിം ഭക്തിം ജന പരമഹംസഗതൗ ലഭേത. ഈ ഭക്തി കൊണ്ട് മോക്ഷം കിട്ടും. ആ മോക്ഷം കിട്ടണമെങ്കിൽ ഭക്തി വേണം. ആ ഭക്തി വേണമെങ്കിൽ എന്തു വേണം? ഭഗവത് പൂജ വേണം. ആ പൂജ എങ്ങനെയായിരിക്കണം? ശുദ്ധമായ മനസ്സോടുകൂടി നിഷ്കാമമായി പൂജിക്കുക. അങ്ങനെയാണ് അതിൻ്റെ ആ ഒരു ക്രമം. ഇവിടെ പറയുന്ന ഒരു ഷഡംഗ പൂജയെപ്പറ്റി പറയുന്നു. ഇതിനു മുമ്പൊന്നും ആ വാക്ക് വന്നിട്ടില്ല. അത് മുമ്പേ പറഞ്ഞ നവധാഭക്തിയുടെ ഒരു രൂപം തന്നെയാണ്. എണ്ണം കുറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ, അല്പം പേര് മാറ്റി എന്നുള്ളതേ ഉള്ളൂ. അപ്പം അങ്ങനെ ആ ഭഗവാന്റെ ശ്രവണത്തിലൂടെ, ഭഗവാന്റെ കഥകളുടെ ശ്രവണത്തിലൂടെ, അത് സ്മരിക്കുന്നതിലൂടെ, പൂജ ചെയ്യുന്നതിലൂടെ, വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നതിലൂടെ, പുരാണ പാരായണങ്ങൾ നടത്തുന്നതിലൂടെ, സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിലൂടെ എല്ലാം ആ ഭക്തി നേടി ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്ന ഭക്തി പൂജ കൊണ്ട് ഭഗവാൻ സന്തോഷിക്കും. അതിലൂടെ നമുക്ക് മോക്ഷം ലഭിക്കും എന്ന് പറയുന്നു. ഇത്രയെല്ലാം സ്തുതിച്ച് കഴിഞ്ഞിട്ട് പ്രഹ്ലാദൻ ഭഗവാന്റെ ആ ഉള്ളിലെ രൂപം മനസ്സിൽ നിന്ന് മാറ്റിയിട്ടില്ല. ആ രൂപത്തെ തന്നെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടാണ് പറയുന്നത്. എന്നിട്ട് കണ്ണ് തുറന്ന് പറയുന്നു, ഭഗവാനെ, ഇനി ഈ ദേഷ്യമൊക്കെ ഒന്ന് മാറ്റി ലോകത്തെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞ് നോക്കുമ്പോഴേക്കും ഇതാ ആ ദേഷ്യമെല്ലാം മാറിക്കഴിഞ്ഞു. ഭഗവാന്റെ മുഖത്ത് ആ വാത്സല്യവും കാരുണ്യവും ശാന്തതയുമൊക്കെ വന്നു കഴിഞ്ഞു. അത് നമുക്ക് ഉടൻ മനസ്സിലാക്കാം, അടുത്ത വരിയിൽ മനസ്സിലാക്കാം. നാരദൻ പറയുന്നു, നാരദൻ യുധിഷ്ഠിരന് പറഞ്ഞു കൊടുക്കുന്ന കഥയാണല്ലോ ഇത്. യുധിഷ്ഠിരൻ്റെ ചോദ്യങ്ങൾക്ക്, ധർമ്മപുത്രരുടെ ചോദ്യത്തിന് മറുപടിയായിട്ട് പറയുന്ന കഥയാണ് ഇത്. അതിൽ ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ നാരദൻ പറയുന്നു, ഏതാവത് വർണ്ണിത ഗുണോ ഭക്ത്യാ ഭക്തേന നിർഗുണഃ പ്രഹ്ലാദം പ്രണതം പ്രീതോ യതമന്യുരഭാഷത. ആ യതമന്യു എന്ന വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, മന്യു എല്ലാം നഷ്ടപ്പെട്ടു. കോപം നഷ്ടപ്പെട്ടവനായിട്ട് നരസിംഹമൂർത്തി പ്രഹ്ലാദനോട് പറയുന്നു. അപ്പോൾ നമുക്കെന്ത് മനസ്സിലാക്കണം? ആ 7 വയസ്സുകാരൻ അസുരബാലൻ, തമോ ഗുണപ്രധാനമായ കുലത്തിൽ ജനിച്ചവൻ, നാരദ മഹർഷിയുടെ, അവിടെയും നാരദ മഹർഷിയാണ് പ്രഹ്ലാദന് താൻ ഗർഭസ്ഥനായിരുന്നപ്പോൾ അമ്മയ്ക്ക് കൊടുത്ത ഉപദേശം കേട്ടു പഠിച്ച ആളാണ് പ്രഹ്ലാദൻ. ആ പ്രഹ്ലാദൻ പറയുന്നത്, ഇവിടെ നമുക്ക് വേറൊരു കാര്യം കൂടി 1 മിനിറ്റ് കൊണ്ട് ഞാൻ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെങ്കിലും പറയുകയാണ്. എങ്ങനെ പ്രഹ്ലാദൻ പഠിച്ചു? അമ്മയുടെ ഗർഭത്തിൽ കിടന്നപ്പോൾ പഠിച്ചു. പ്രഹ്ലാദനോട് നേരിട്ട് പറയാൻ പറ്റൂലല്ലോ. ആരോട് പറഞ്ഞു നാരദ മഹർഷി? അമ്മയോട് പറഞ്ഞു, കയാധുവിനോട് പറഞ്ഞു. പ്രഹ്ലാദൻ്റെ അമ്മ കയാധു, ഹിരണ്യകശിപുവിൻ്റെ ഭാര്യ. കയാധുവിന് പല ഉപദേശങ്ങളും കൊടുത്തു, പല ഭക്തിമാർഗങ്ങൾ ഉപദേശിച്ചു, പല കഥകളുടെ രൂപത്തിൽ പറഞ്ഞു, സ്തോത്ര രൂപത്തിൽ പറഞ്ഞു. ഇതെല്ലാം പുറത്ത് അമ്മയും കേട്ടു, ഉള്ളിൽ കിടന്ന ശിശുവും കേട്ടു. പക്ഷേ അത് ഉൾക്കൊള്ളാനുള്ള പൂർണ്ണമായ അധികാരമുണ്ടായിരുന്നത്, അല്ലെങ്കിൽ അതിനുള്ള യോഗ്യതയുണ്ടായിരുന്നത് ഉള്ളിൽ കിടന്ന ശിശുവിനാണ്, പ്രഹ്ലാദനാണ്. അപ്പോൾ നമ്മൾ പ്രായോഗിക ജീവിതത്തിൽ ഗർഭിണികളായ കുട്ടികളെപ്പറ്റി, പെൺകുട്ടികളെപ്പറ്റി ചിന്തിക്കുമ്പോൾ അവർക്ക് ആ സമയത്തൊക്കെ വളരെ നല്ല കാര്യങ്ങൾ കേൾക്കാനും നല്ല കാര്യങ്ങൾ ചെയ്യാനും നല്ല വിചാരങ്ങളോടുകൂടി ജീവിതം പുലർത്താനുമുള്ള അവസരമുണ്ടാവുക. കാരണം അവർ പുറമേ കേൾക്കുന്നത് അവരുടെ ചെവി മാത്രമല്ല കേൾക്കുന്നത്, അവരുടെ ഉള്ളിൽ വളരുന്ന കുഞ്ഞ് അത് കേൾക്കുന്നുണ്ട്. അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ ജനിച്ചാൽ നല്ല വാസനയോടുകൂടി ജനിക്കും. വേറെ പല കാരണങ്ങളും ഉണ്ടാവാം വാസനയ്ക്ക്, അത് വേറൊരു കാര്യം. എങ്കിലും നമുക്ക് പ്രായോഗികമായി മനസ്സിലാക്കാൻ സാധിക്കും. പണ്ടൊക്കെ പറയുമായിരുന്നല്ലോ, ഗർഭിണികളായിരുന്ന സമയത്ത് ഭഗവാൻ അമ്പലത്തിൽ പോയി തൊഴണം, പൂജകൾ കഴിക്കണം, നാമം ജപിക്കണം എന്നൊക്കെ പറയുമല്ലോ. അത് വളരെ ലളിതമായ രീതിയിൽ പറയുന്നു. കുറച്ചുകൂടി നമുക്ക് ആലോചിക്കുമ്പോൾ
ഇന്നതിനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. നാമം ജപങ്ങളായാലും കീർത്തനങ്ങൾ ചൊല്ലാനായാലും അതുപോലെ ചെറിയ നല്ല നല്ല കാര്യങ്ങൾ കേൾക്കാനായാലും ഒക്കെ സാധിക്കും. അങ്ങനെ ഗർഭിണികൾക്ക് അതിനുള്ള ഒരു അവസരം കൊടുത്താൽ ആ ഗർഭസ്ഥ ശിശുക്കൾ കുറച്ച് പേർക്കെങ്കിലും നന്നായി ജീവിക്കാൻ സാധിക്കും. അങ്ങനെയുള്ളവരില്ലെന്നല്ല ഞാൻ പറയുന്നത്. എല്ലാവർക്കും അത് ഒരു ചിന്തയായിട്ട്, എല്ലാവരുടെയും ചിന്തയായിട്ട് മാറട്ടെ എന്ന് ഞാൻ പറയുകയാണ്. ഭഗവാൻ പ്രസാദിച്ചു. ഭഗവാൻ പറയുന്നു, പ്രഹ്ലാദഭദ്രഭദ്രം തേ പ്രീതോഹം തേ സുരോത്തമ പരം വൃണീഷ്വാഭിമതം കാമപൂരോസ്മ്യഹം നൃണാം. പ്രഹ്ലാദ, നിനക്ക് മംഗളം വരട്ടെ, ഭദ്രം ഭദ്രം പറഞ്ഞിട്ട് ഞാൻ നിന്നിൽ പ്രീതനായിരിക്കുന്നു. അസുരോത്തമ എന്ന് വിളിച്ചുകൊണ്ടാണ് പറഞ്ഞത്, ബാലാന്നൊന്നും പറഞ്ഞില്ല. അസുരോത്തമനായ നിനക്ക്, അപ്പം നീ അസുരനാണെങ്കിലും ഞാൻ നിന്നിൽ പ്രസാദിച്ചിരിക്കുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് നിന്നെ പറയേണ്ട കാര്യമില്ല, നമ്മളിപ്പോൾ അത് ചിന്തിച്ച് കഴിഞ്ഞ കാര്യമാണ്. പിന്നെ പറയുന്നു, മാം അപ്രീണത ആയുഷ്മൻ ദർശനം ദുർലഭം ഹിമേ ദൃഷ്ട്വാ മാം ന പുനർജന്തുരാത്മാനം തപ്തുമർഹതി. എന്നെ പ്രീണിപ്പിക്കുന്നവർക്ക് എൻ്റെ ദർശനം കിട്ടും. നീ എന്നെ അതുപോലെ സന്തോഷിപ്പിച്ചു, ഞാൻ നിനക്ക് ദർശനം തരുന്നു. എന്നാൽ എന്നെ ഭജിക്കാത്തവർക്ക് എൻ്റെ ദർശനം ദുർലഭമാവും. പ്രീണന്തി ഹ്യധമാം ധീരാഃ സർവഭാവേന സാധവഃ ശ്രേയസ്കാമാ മഹാഭാഗാഃ സർവാസാം ആശിഷാം പതിം ഏവം പ്രലോഭ്യമാനോ വിവരൈർലോകപ്രലോഭനൈഃ ഏകാന്തിത്വാൽ ഭഗവതി നൈച്ഛൽത്താൻ അസുരോത്തമഃ. നിനക്ക് എന്തു വരമാണ് വേണ്ടതെന്നാ ചോദിച്ചോളൂ എന്നാണ് ഭഗവാൻ പ്രഹ്ലാദനോട് പറഞ്ഞത്. എത്ര പ്രലോഭിപ്പിച്ചിട്ടും നിനക്ക് എന്താ വരം വേണ്ടത്? നിനക്ക് പിന്നെ നല്ലൊരു രാജധാനി വേണമോ, അല്ലെങ്കിൽ നിനക്ക് അസുര കുലത്തിൻ്റെ അധിപതിയായിട്ട് സ്ഥാനം വേണമോ എന്നൊന്നും ഇവിടെ പറയുന്നില്ലെങ്കിലും നമുക്ക് ചിന്തിക്കാം. ഒരു മനുഷ്യന് ചിന്തിക്കാവുന്ന, ആഗ്രഹിക്കാവുന്ന എന്തും ഞാൻ നിനക്ക് തരാം. എന്നിട്ടും ഏകാന്തിത്വാൽ ഭഗവതി നൈച്ഛൽത്താൻ അസുരോത്തമഃ. ആ അസുരോത്തമൻ ഒന്നും ഇച്ഛിച്ചില്ല. അപ്പോൾ ആ 7 വയസ്സുകാരൻ എല്ലാ ആഗ്രഹങ്ങൾക്കും അതീതമായ മനസ്സുള്ളവനായി തീർന്നു. ഈ സമയം കുറവാണ് എങ്കിലും പിന്നീട് പ്രഹ്ലാദൻ പറയുന്നു ഭഗവാനോട്, അടുത്ത അധ്യായത്തിലാണ്, എനിക്ക് അഥവാ എന്തെങ്കിലും വരം ഭഗവാൻ തരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ ആഗ്രഹങ്ങൾ മനസ്സിലുള്ളത് കൊണ്ടാണല്ലോ ചോദിക്കുന്നത്. ആഗ്രഹങ്ങളേ എൻ്റെ മനസ്സിലില്ലാണ്ടാവട്ടെ, ആഗ്രഹങ്ങളുടെ വിത്തുകൾ പോലും ഇല്ലാതാവട്ടെ. അങ്ങനെ ഒരു വര എനിക്ക് തരണം ഭഗവാനെ. പിന്നെ ഞാൻ ആഗ്രഹങ്ങളുണ്ടായി അവയെ നശിപ്പിക്കാനായിട്ട് ഇതൊന്നും ചെയ്യേണ്ട കാര്യമില്ലല്ലോ. യതിരാസീഷമേ കാമാൻ വരാൻസ്തം വരദർഷഭ കാമാനാം ഹൃദ്യസംരോഹം ഭവതസ്തു വൃണേ വരം. പിന്നെ ഈ ഇന്ദ്രിയങ്ങൾ നമ്മളെ എങ്ങനെയെല്ലാം ഉപദ്രവിക്കുന്നു എന്നുള്ള കാര്യം ഒരു ശ്ലോകത്തിൽ പറയുന്നു. അതിനുശേഷം പിന്നീട് കുറച്ച് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു സന്ദർഭത്തിലാണ് എൻ്റെ അച്ഛൻ അറിവില്ലാതെ ചെയ്ത ആ തെറ്റുകൾക്കെല്ലാം അങ്ങയുടെ മാഹാത്മ്യം അറിയാതെ, അങ്ങ് ആരാണെന്ന് മനസ്സിലാക്കാതെ ചെയ്ത ആ നീചപ്രവൃത്തികൾ, ദുഷ്ടപ്രവൃത്തികളെല്ലാം പുറത്തനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ പ്രഹ്ലാദന്, നിൻ്റെ മുൻ തലമുറയ്ക്കും വരും തലമുറയ്ക്കും എൻ്റെ അനുഗ്രഹം ഉണ്ടാവും എന്ന് പറഞ്ഞ് അനുഗ്രഹിക്കുന്നു. നീ ഒരാൾ ജനിച്ചതുകൊണ്ട് നിൻ്റെ കുലം പവിത്രമായി തീർന്നു പ്രഹ്ലാദ എന്ന് പറഞ്ഞ് ഭഗവാൻ വീണ്ടും അനുഗ്രഹിക്കുന്നു. ത്രിസപ്തഭിപ്പിതാ പൂതഃ പിതൃഭിः സഹ തേനഃ യൽ സാധോസ്യ ഗ്രഹേ ജാതോ ഭവാൻ വൈ കുലപാവനഃ. അങ്ങയെപ്പോലെ ഒരാൾ ജനിച്ചതുകൊണ്ട് അങ്ങയുടെ കുലം പവിത്രമായി തീർന്നു. 21 തലമുറ ത്രിസപ്തഭി എന്ന് പറയുന്നുണ്ട്. മുന്നോട്ടും പിന്നോട്ടുമുള്ള ആ തലമുറകൾക്ക് എൻ്റെ അനുഗ്രഹം ഉണ്ടാവും. ആ അനുഗ്രഹമുണ്ടായ കഥകൾ നമ്മൾ ഭാഗവതത്തിൽ തന്നെ വീണ്ടും മനസ്സിലാക്കാനിരിക്കുന്നു. എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഒരു സ്തുതിയോടുകൂടി പ്രഹ്ലാദൻ അതിനു മുമ്പ് തന്നെ ഭഗവാനെ നമസ്കരിക്കുന്നു. നമോ ഭഗവതേ തുഭ്യം
പുരുഷായ മഹാത്മനെ ഹരയേത്ഭുതസിംഹായ ബ്രഹ്മണേ പരമാത്മനെ. നമുക്കെല്ലാവർക്കും മനസ്സുകൊണ്ട് ചൊല്ലാവുന്ന ഒരു ശ്ലോകമാണ്, എന്നും ചൊല്ലാവുന്നതാണ്. നമോ ഭഗവതേ തുഭ്യം പുരുഷായ മഹാത്മനെ ഹരയേത്ഭുതസിംഹായ ബ്രഹ്മണേ പരമാത്മനെ. ഇങ്ങനെ ആ സ്തുതിയോടുകൂടി പ്രഹ്ലാദൻ തൻ്റെ സ്തുതി അവസാനിപ്പിക്കുന്നു. സ്തുതി അവസാനിപ്പിച്ചാൽ പോരല്ലോ, ലക്ഷ്യമെന്താണ്? ഭഗവാന്റെ ദേഷ്യം തന്നിലേക്ക് മാത്രം ഇല്ലാണ്ടായാൽ പോരാ, എല്ലാവരോടും പ്രസാദിക്കണം. അങ്ങനെ എല്ലാവരിലും പ്രസാദിച്ച ഭഗവാൻ ബ്രഹ്മദേവനൊരു ചെറിയ താക്കീതും കൊടുത്തു. ഇനി ഇങ്ങനെ ഈ ഹിരണ്യകശിപുവിന് കൊടുത്ത പോലെയുള്ള വരവൊന്നും ആർക്കും കൊടുക്കരുത് കേട്ടോ. ഞാൻ എത്രമാത്രം കഷ്ടപ്പെട്ടു, വധിച്ചിട്ടൊന്നും ഇരിക്കാൻ പോലും സ്ഥലം കിട്ടിയില്ല. എപ്പോഴാണ് ഇരിക്കേണ്ടത്, എവിടെ ഇരിക്കണമെന്ന് പോലും എനിക്ക് സാധിച്ചില്ല നിശ്ചയിക്കാൻ. സന്ധ്യയ്ക്ക് പകൽ കൊല്ലരുത്, രാത്രി കൊല്ലരുത്, താഴെ ഇരിക്കരുത്, ആകാശത്തിലിരിക്കരുത്, മുറിക്ക് അകത്ത് പാടില്ല, പുറത്ത് പാടില്ല, ഇങ്ങനെയൊക്കെ വരം കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ഞാൻ അവരെയൊക്കെ നശിപ്പിക്കും എന്ന് തമാശയായിട്ട് നമ്മൾ മനസ്സിലാക്കത്തക്ക വിധത്തിൽ ബ്രഹ്മദേവനോട് പറയുകയും ചെയ്തു. അങ്ങനെ ഭഗവാന്റെ ആ എല്ലാ പ്രസാദങ്ങളും നേടിയ ആ പ്രഹ്ലാദനെ നമ്മൾ സ്മരിച്ചുകൊണ്ട്, ആ നരസിംഹമൂർത്തിയെ സ്തുതിച്ചുകൊണ്ട് നമുക്ക് ഈ പ്രഭാഷണം അവസാനിപ്പിക്കാം. ഓം ശ്രീ മഹാനരസിംഹമൂർത്തയേ നമഃ. സത്യജ്ഞാനസുഖസ്വരൂപമമലം ക്ഷീരാബ്ധിമധ്യേ സ്ഥിതം യോഗാരൂഢമതിപ്രസന്നവദനം ഭൂഷാസഹസ്രോജ്വലം ദ്രക്ഷം ചക്രവിനാകസാഭയകരാൻ വിഭ്രാണമർക്കച്ഛവിം ഛത്രീഭൂതഫണീന്ദ്രമിന്ദുധവളം ലക്ഷ്മീനൃസിംഹം ഭജേ. ശ്രീനരസിംഹമൂർത്തിയേ നമഃ. ഇത്രയുമായപ്പോഴേക്ക് ലക്ഷ്മീദേവി ദൂരെ നിന്ന് ലക്ഷ്മീദേവി ഓടി വന്നിട്ടുണ്ടാവും, പ്രഹ്ലാദിനെ മാറോട് ചേർത്ത് പിടിച്ചിട്ടുണ്ടാവുമെന്ന് നമുക്ക് സങ്കല്പിക്കാം. എന്തായാലും ലക്ഷ്മീ നരസിംഹമൂർത്തിയാണ് നമ്മളിപ്പോൾ ഇവിടെ സ്തുതിച്ചത്. ആ ക്രോധാകുലനായ ആ നരസിംഹമൂർത്തിയുടെ രോഗവും ഭാവമൊക്കെ മാറി. അങ്ങനെ ആ ലക്ഷ്മി നരസിംഹമൂർത്തിയുടെ അനുഗ്രഹത്തോടുകൂടി, ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹത്തോടുകൂടി, മഹാദേവൻ്റെയും ഉമാമഹേശ്വരന്മാരുടെയും അനുഗ്രഹത്തോടുകൂടി ഞാനിവിടെ ഈ പ്രഭാഷണം സമർപ്പിക്കുന്നു. പല തെറ്റുകളും വന്നിട്ടുണ്ടെന്ന് എനിക്കറിയാം. കാരണം ഞാൻ അത്ര അറിവുള്ള ജ്ഞാനിയോ അല്ലെങ്കിൽ പുരാണ ജ്ഞാനവും എല്ലാ കാര്യങ്ങളും വളരെ കുറവുള്ള ഒരാളാണ്. സാധാരണ അങ്ങനെ പ്രഭാഷണ ഒരു കലയിൽ പ്രാവീണ്യമുള്ള ആളുമല്ല, അങ്ങനെ പോകാറുമില്ല, അതിനുള്ള അവസരം ഉണ്ടാവാറില്ല. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ പറയട്ടെ, സത്രസമിതിയുടെ സംഘാടകർ ഇതിനെന്നെ ക്ഷണിച്ചതിൽ എനിക്ക് അതിയായ കൃതജ്ഞത, സ്നേഹം, ആദരവ് അവരോടുണ്ട്. അവരോടുള്ള നല്ല വാക്കുകൾ ഞാൻ ഇവിടെ എല്ലാവർക്കും മുമ്പിൽ സമർപ്പിക്കുന്നു. അതുപോലെ തന്നെ ഭഗവാന്റെ തിരുമുമ്പിലിരുന്ന് ഒട്ടും പ്രതീക്ഷിക്കാതെ പെരുന്തട്ട ശിവക്ഷേത്രത്തിൽ മഹാദേവൻ്റെ മുമ്പിലിരുന്ന് ഈ വാക്കുകൾ പറയാൻ സാധിച്ചതിൽ ഞാൻ അത്യന്തം കൃതാർത്ഥതയുള്ളവളാണ് എന്ന് പറയുന്നു. എന്തെങ്കിലും നല്ല വാക്കുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും എൻ്റേതല്ല. എൻ്റെ പരേതരായ ദിവംഗതരായിട്ടുള്ള അച്ഛനമ്മമാർ, ഗുരുജനങ്ങൾ, എപ്പോഴും ജീവിച്ചിരിക്കുന്ന ഗുരുക്കന്മാർ, അവരുടെ എല്ലാം പൂർണ്ണമായ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് എനിക്കിവിടെ വന്ന് ഇരുന്ന്. എൻ്റെ ശരീരത്തിൻ്റെ കുറച്ച് ബലഹീനതയൊക്കെ എനിക്കുണ്ട്, പ്രായത്തിൻ്റെ ബലഹീനതയൊക്കെ ഉണ്ട്, എങ്കിലും അതിന് ഭാഗ്യം സിദ്ധിച്ചത്, സാധിച്ചത് ആ കാരുണ്യം കൊണ്ടാണ് എന്ന് സ്മരിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ല വാക്ക് പറയുന്നു. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. നാരായണായേതി സമർപ്പയാമി. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ഓം നമഃ ശിവായ. ഓം ശ്രീ നരസിംഹമൂർത്തയേ നമഃ. ഇതുവരെ പ്രഹ്ലാദസ്തുതി എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ട് നമ്മളോട് സംസാരിച്ചത് ആദരണീയായ